Good afternoon. Good afternoon. ഇന്നൊരു ഹെൽപ്പ് ചെയ്യാമോ? അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇരിക്കുന്നവര് ഓരോരോ പാരഗ്രാഫായിട്ട് വായിക്കാം. ഞാൻ എന്റെ കണ്ണട എടുക്കാൻ പോകും. ബാഗിൽ നിന്ന് എങ്ങനെയോ പുറത്ത് ആയി എടുത്ത് ബാഗിൽ വെച്ച് കൊണ്ടുവരാൻ മറന്നുപോയി. വായിക്കാൻ പറ്റുമോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇത് നോക്കി വായിക്കാൻ, എന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് നോക്കി വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചെയ്യാമോ? ഒരു ഹെൽപ്പ്. Okay, Miss. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കൽ ടെർമിനോളജി അല്ലെ, അതായത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് വർക്കേഴ്സ്, നേഴ്സ്, ഫാർമസിയിലുള്ളവര്, ഇവരെല്ലാം യൂസ് ചെയ്യുന്ന ടേംസ് ഉണ്ട് മെഡിക്കലായിട്ട്. ഓക്കെ, നമ്മളൊരു കോമൺ മാനിന് ചിലപ്പോൾ അത് അൺനോൺ ആയിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. നമ്മളോട് സ്കാനിങ് പറയുമ്പോൾ അബ്ഡോമെൻ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റൊമക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ വേർഡ്, പക്ഷെ മെഡിക്കലിലേക്ക് അത് പോകുമ്പോൾ അബ്ഡോമെൻ ആവും. ക്ലിയർ ആയോ? പിന്നെ നമ്മള് ബട്ടക്സ് എന്ന് നമ്മൾ കോമൺ പറയും, നമ്മുടെ ബാക്ക് പോർഷൻ, അത് നമ്മുടെ സീറ്റിംഗ് ഭാഗം. പക്ഷെ ഇവിടെ യൂസ് ചെയ്ത് അനൽ. ഓക്കെ, അങ്ങനെ കുറെ വാക്കുകൾ, അതാണ് ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നത്. ഫസ്റ്റ് ഒത്തിരി എന്റെ PDF ഇങ്ങനെ ദൂരെ വെച്ചാലാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ, വെള്ളത്തിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു. ഓക്കെ, ഇത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേർഡ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ലാംഗ്വേജ്. നമുക്ക് കാണാമല്ലോ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആകാൻ ചെല്ലുന്ന സമയത്ത്, ഡോക്ടർ ഇപ്പൊ അഡ്മിഷൻ സമയത്താണെങ്കിൽ നമ്മളെ റൗണ്ട്സിന് വരുമല്ലോ ഡോക്ടേഴ്സ്. അപ്പൊ ഡോക്ടറുടെ കൂടെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും, കുട്ടി ഡോക്ടർമാർ, അതുപോലെ നഴ്സുമാരുണ്ടാവും. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ ഇനി എന്ത് മെഡിസിൻ വേണം, ഒരു മെഡിക്കൽ ടേംസ് ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ അവരുടേതായ ഒരു മെഡിക്കൽ ലാംഗ്വേജിൽ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാം. കുറെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് വേർഡ്സും certain ലാംഗ്വേജുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡോ ലാംഗ്വേജോ അല്ല, സ്പെസിഫിക് ആയിട്ട് മെഡിക്കലിലും ഹെൽത്ത് കെയർ ഫീൽഡിലും യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സും ലാംഗ്വേജുമാണ് മെഡിക്കൽ ടെർമിനോളജി. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഫസ്റ്റ് പാരഗ്രാഫ് നിമിഷയാണോ വായിക്കാന്ന് പറഞ്ഞേ? വായിച്ചു. ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടി ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ. വായിച്ചു. Medical terminology. The language of medicine originated from Greek and Latin. Medical terminology is employed in international language, and it is also essential to communicate with the other medical workers. Medical terminology is the language used to specifically describe the human body, elements, method, circumstances, etc. Understanding terminology requires words down into their separate components of prefix, suffix, and root word, and having a solid practical knowledge of those parts. ഓക്കെ, അപ്പം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഫീൽഡില്, ഹെൽത്ത് കെയർ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്കിൽ നിന്നും ലാറ്റിൽ നിന്നുമാണ്. നമ്മൾ പഠിച്ച ഓരോ സെഷനിലും നമ്മൾ ആംബുലൻസ് പഠിച്ചു, അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ പഠിച്ചു. ഗ്രീക്ക്, ലാറ്റിൻ വേർഡ്, ഫ്രഞ്ച് വേർഡ്, അതിൽ നിന്ന് ഫോറിൻ ലാംഗ്വേജസിനൊക്കെ ഡിറൈവ് ചെയ്ത് വന്നതാണ് ഹോസ്പിറ്റലിലെ ഓരോ ഹെൽത്ത് കെയർ സെക്ഷനിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോരോ പ്രൊസീജിയർ എല്ലാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജിയും ഇതുപോലെ ഗ്രീക്ക്, ലാറ്റിൻ വേർഡ്സിൽ നിന്നും ലാംഗ്വേജിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് തന്നെയാണ്. ഹോൾ വേൾഡിൽ യൂസ് ചെയ്യുന്നത് സെയിം ടേംസ് തന്നെയാണ്. ചെറിയ വേരിയേഷൻ ചിലയിടത്ത് വരുമായിരിക്കും, പക്ഷെ എല്ലാവരും കോമൺ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ആരൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ വർക്കേഴ്സ്, അതായത് അല്ലാതെ ഒരു പബ്ലിക്കും ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ഇത് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ വർക്കേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഈ ഒരു ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരിക്കലും പേഷ്യന്റ് മുമ്പിൽ വെച്ച് അവര് ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യില്ലല്ലോ. ലൈക്ക് പേഷ്യന്റിന് കുറെ ഒന്നും മനസ്സിലാവില്ല കാര്യങ്ങളൊന്നും. ഓക്കെ, ഇവരുടെ ഒരു ടെർമിനോളജി, ആ ഒരു ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ
ഹ്യൂമൻ ബോഡിയുടെ ഓരോ പാർട്സ് ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും മെത്തേഡ്സ് ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സ് ചെയ്യുവാണെങ്കിലും അതിനിപ്പോ അബ്ഡോമൈൻ സ്കാനിങ് നമ്മൾ കോമൺ ആയിട്ട് ഒരു സാധാരണ ഒരാൾ വയറിന് സ്കാൻ ചെയ്യണം, അതിന് അവർ അബ്ഡോമൈൻ സ്കാനിങ് എന്ന് അവർ പറയും. ഇപ്പൊ സ്റ്റൊമക്ക് എന്നുള്ള നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നു, പക്ഷേ അബ്ഡോമൻ ആണ് മെഡിക്കൽ ടെർമിനോളജിയിൽ അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ചിലതൊക്കെ നമുക്ക് കോമൺ ആണ്, ചിലത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ചില മെഡിസിൻസിന്റെ കാര്യം, പിന്നെ മെഡിസിൻ രാവിലെയും രാത്രിയും വേണമെങ്കിൽ അതിന് അവരൊരു ടേം യൂസ് ചെയ്യും. ഒരു നേരം മാത്രമാണെങ്കിൽ അതിനൊരു ടേം, ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ അതിനൊരു ടേം ആയിരിക്കും, ഭക്ഷണത്തിന് മുമ്പ് മെഡിസിൻ കഴിക്കണം അതിനൊരു ടേം, അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മെഡിക്കൽ ടെർമിനോളജി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ പല കമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല കമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അങ്ങനെ. പിന്നെ ഒരു പ്രാക്ടിക്കൽ ഈ എല്ലാ പാർട്സിനെ പറ്റും പ്രിഫിക്സ് എന്നുള്ള പാർട്ട് ഉണ്ടാകാം, സഫിക്സ് എന്നുള്ള പാർട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു മെയിൻ വേർഡ് റൂട്ട് വേർഡ് ഉണ്ടായിരിക്കാം. ചിലതിൽ പ്രിഫിക്സ് മാത്രമായിരിക്കാം, ചിലതിൽ സഫിക്സ് മാത്രമായിരിക്കാം, അങ്ങനെ പിന്നെ എല്ലാം കൂടെ വരുന്ന ടേംസും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, മെഡിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. നമ്മളവിടെ പ്രീ സ്കൂൾ എന്ന് പറയില്ലേ, സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ പ്രീ സ്കൂൾ, നഴ്സറി എന്ന് പെട്ടത് നമ്മൾ പറയും പ്രീ സ്കൂൾ എന്ന് പറയില്ലേ. അപ്പൊ ആ സ്കൂൾ എന്നുള്ളത് മെയിൻ വേർഡ് ആണ്, അതിന്റെ മുമ്പിൽ ചേർത്തേക്കുന്നത് എന്താ, പ്രീ എന്നുള്ളത് അല്ലെ, PRE, പ്രീ സ്കൂൾ. അപ്പൊ അത് ഈ പ്രിഫിക്സ് അങ്ങനെയാണ്. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർഡിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ്. അതാരാ വായിക്കാം? അതിനെപ്പറ്റി ഒരു ഇൻട്രോ തന്ന അങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു എന്തായിരുന്നു, സെപ്പറേറ്റ് കമ്പണൻസ് ഉണ്ട്, പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്. അപ്പൊ അതില് നെക്സ്റ്റ് നമ്മൾ നിമിഷ ഇൻട്രൊഡക്ഷൻ വായിച്ചു, നെക്സ്റ്റ് നമ്മൾ പ്രിഫിക്സ് ആണ് പറയാൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞത്. അതായത് സ്കൂൾ എന്നുള്ള മെയിൻ വേർഡിന്റെ കൂടെ പ്രീ എന്നുള്ള ഒരു ചെറിയ വേർഡ് ചേർത്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുവാണ്. ഇനി പ്രിഫിക്സ് ഒന്ന് വായിക്കാമോ? Yes, please. Prefix. A prefix means a word attached at the beginning of a word and generally describes location and intensity. Prefixes are often found in general language, autopilot, submarine, tricycle, and in medical as well as scientific terminology. When a medical word ventilation contains a prefix hyper, the meaning of the word is changed hyperventilation. Not all medical terms have prefix. To learn to identify few of the more commonly used medical prefixes, you can make out meaning of terms that may not be instantly familiar to you. യെസ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രീ സ്കൂൾ പോലുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഓട്ടോ പൈലറ്റ്, ഓട്ടോ എന്നുള്ള വേർഡ് പൈലറ്റ് എന്നുള്ള വേർഡിന്റെ മുമ്പിലായിട്ട് ചേർത്തിരിക്കും. അതുപോലെ മറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ റിലേറ്റഡ് ആണ് അല്ലെ, കടലുമായിട്ട് ബന്ധപ്പെട്ടത്. അതിന്റെ മുമ്പ് സബ് ചേർത്തപ്പോ സബ് മറൈൻ, അപ്പം മീനിങ് ശരിക്കും മാറുവാണ് അല്ലെ. ലൈക്ക് സബ്മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ, കടലിന് അടിയിലെ കൂടെ പോകുന്ന അന്തർവാഹിനിയോ അങ്ങനെ എന്തോ പറയില്ലേ മലയാളത്തില്, കടലിനടിയിൽ കൂടെ പോകുന്നത് അല്ലെ, ആ വാഹനം, അതാണ് പറയുന്നത്. ട്രൈ സൈക്കിൾ, ട്രൈ എന്നുള്ളത് സൈക്കിൾ എന്നുള്ളതിന്റെ പുറകിൽ മുമ്പിൽ ചേർത്തും, ബൈസൈക്കിൾ. ഓക്കെ, പ്രീ സ്കൂൾ, ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു സർട്ടൺ വേർഡ്സ് ഒരു മെയിൻ വേർഡിന്റെ മുമ്പിലായിട്ട് ചേർക്കുമ്പോൾ അതിന് മീനിങ് കംപ്ലീറ്റ് മാറുവാണ്, മീനിങ് മാറുവാണ്. ഇപ്പൊ പറഞ്ഞു മെഡിക്കൽ വേർഡ് വെന്റിലേഷൻ, നമുക്കറിയാം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അതിന്റെ കൂടെ ഹൈപ്പർ ചേർക്കുമ്പോഴേക്കും അത് ഹൈപ്പർ വെന്റിലേഷൻ. അപ്പൊ ഇങ്ങനെ കുറെ മെഡിക്കൽ വേർഡ്സിൽ പ്രിഫിക്സ് ചേർക്കാറുണ്ട്, ചിലതിൽ ചേർക്കാറുമില്ല. നമുക്കിനി ലിസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ ലിസ്റ്റ് വരുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ പോളിനോമിയൽ. പോളി എന്നുള്ള വാക്ക് നോമിയലിന്റെ മുമ്പ് ചേർത്തപ്പോ, പോളി എന്ന് പറഞ്ഞാൽ മെനി ആണ്, അതിന്റെ മുമ്പിൽ ചേർത്തപ്പോ മെനി പാർട്സ് ഉള്ളത്. പോളിഗൺ ആണെങ്കിൽ മെനി സൈഡ്സ് ഉള്ളത്. അങ്ങനെ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി പാർട്സ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ പ്രിഫിക്സും നമ്മൾ ജനറലി നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. പ്രീ സ്കൂൾ ഇതൊക്കെ കൊടുത്തിരിക്കുന്ന ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, ട്രൈസൈക്കിൾ, ബൈസൈക്കിൾ. ഓക്കെ,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി ഇപ്പം അതുപോലെ തന്നെ മെഡിക്കൽ പല വേർഡുകളിലും പ്രിഫിക്സസ് ചേർത്ത് അതിന്റെ വേർഡ് മീനിങ് ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലായിടത്തും നമുക്ക് പ്രിഫിക്സ് വേണ്ടി വരില്ല. ചില സമയത്ത് മെഡിക്കൽ ടേം അങ്ങനെ തന്നെ റൂട്ട് വേർഡ് എന്ന് പറയും, മെയിൻ വേർഡ് തന്നെ ഉണ്ടാവുള്ളൂ, അതിന്റെ മുമ്പിൽ പ്രിഫിക്സ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് സഫിക്സ് ആണ്. ഒരു എൻഡിൽ ചേർക്കുന്നത്. പ്രിഫിക്സ് നമ്മൾ ആദ്യമാണ് ചേർക്കുന്നത്, ബിഗിനിങ്ങിലാണെങ്കിൽ സഫിക്സ് എൻഡിൽ വരും. അത് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എനിവൺ? സഫിക്സ് നമ്മള് പ്രിഫിക്സ് ബിഗിനിങ്ങിലായിരുന്നു, സഫിക്സ് എൻഡിലാണ് ചേർക്കുന്നത്. Suffixes are used at the end of words to alert the real meaning. In medical terminology, a suffix normally point out indicators a procedure, condition, disease, or part of speech. A commonly used suffix is its, which means inflammation. When this suffix is paired with the prefix arthro, which means joined, the word that comes out is arthritis. And inflammation of joints. Sometimes it is essentially to alert the last letter or letters of the root word or prefix. When a suffix is added to make pronunciation easier. ഓക്കെ, ഈ ITS എന്നുള്ള സഫിക്സ് അല്ലെ, ITX എന്നുള്ള സഫിക്സ് ആർത്തർ അതിൽ ചേർത്തപ്പോ, ആർത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് എന്നാണ് മീനിങ്. അപ്പൊ അതിൽ ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായി. നമ്മള് വാദം എന്ന് പറയില്ലേ മലയാളത്തില്, അപ്പൊ അതിന്റെ മീനിങ് ജോയിന്റ്സിൽ ഉണ്ടാകുന്ന പെയിൻ, ആ ഒരു മീനിങ്ങിലായി. അത് നമ്മൾ സാധാരണ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ പെയിൻ ഇൻ ദ ജോയിന്റ്സ് എന്ന് പറയുന്നതിൽ നല്ലത് ആർത്രൈറ്റിസിന് ഒറ്റ വേർഡ് യൂസ് ചെയ്ത മീനിങ് ആയി അല്ലെ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ്, ജോയിന്റ്സിൽ വരുന്ന വീക്കം, പെയിൻ, അങ്ങനെയുള്ളതാണ് ആർത്രൈറ്റിസ് എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാതരോഗം അല്ലെ. അപ്പൊ ഇവിടെ യൂസ് ചെയ്ത സഫിക്സ് ITS എന്നുള്ള സഫിക്സ് ആയിരുന്നു. അതിന്റെ മീനിങ് മെഡിക്കലി അതിന്റെ മീനിങ് ഇൻഫ്ലമേഷൻ ആണ്. അത് നമ്മളുടെ ജോയിന്റ്സിലെ ഇൻഫ്ലമേഷൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പകരം ആർത്രൈറ്റിസ്, ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രോ ആണ് ജോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ITS ചേർത്തപ്പോഴേക്ക് അത് ആർത്രൈറ്റിസ് ആയി. അതിപ്പോ ജോയിന്റ്സിലെ പെയിൻ എന്നുള്ള, ജോയിന്റ്സിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്നുള്ള മീനിങ് ആയി. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഈ സഫിക്സും പ്രിഫിക്സും ആഡ് ചെയ്യുമ്പോൾ ചില ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അതായത് ഇപ്പൊ ആർത്രോ എന്നായിരുന്നു, ആ O മാറ്റിയിട്ട് അവർ ITIS എന്ന് ചേർത്തു. അപ്പൊ ചില ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രിഫിക്സിന്റെയും സഫിക്സിന്റെയും കാര്യത്തിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കിപ്പോ നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്തായാലും പ്രിഫിക്സ് സഫിക്സും അതിൽ യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലായി. റൂട്ട് വേർഡും അതിൽ വരുന്നുണ്ട്. അപ്പൊ 3 പാർട്സ് ആണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ റൂട്ട് വേർഡ് മാത്രമായിട്ട് നിൽക്കും, ചിലപ്പോൾ റൂട്ട് വേർഡിന്റെ കൂടെ പ്രിഫിക്സ് വരും, ചിലപ്പോൾ റൂട്ട് വേർഡിന്റെ കൂടെ സഫിക്സ് വരും. അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്ത് വരാം, മീനിങ് കറക്റ്റ് ആക്കാനും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാനും. പ്രിഫിക്സ് ബിഗിനിങ് ഓഫ് ദ വേർഡിലാണ് ചേർക്കുക, സഫിക്സ് എൻഡ് ഓഫ് ദ വേർഡിലാണ് ചേർക്കുക. ഈ ബിഗിനിങ്ങിലും എൻഡിലും ഒക്കെ ചേർക്കുമ്പോൾ പ്രൊനൗൺസിയേഷനും മീനിങ്ങും കറക്റ്റ് ആകാൻ വേണ്ടി ചില ലെറ്റേഴ്സ് ചേഞ്ചസ് വരുത്തും. ചിലപ്പോൾ ആഡ് ചെയ്യും, ചിലപ്പോൾ കട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും മനസ്സിലായോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് റൂട്ട് വേർഡിലേക്ക് പോവാം. ആരെങ്കിലും റെഡി ആണോ? ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇരുന്നിട്ട് ഞാൻ തന്നെ വായിക്കേണ്ടി വരും. റെഡിയാണോ റൂട്ട് വേർഡ് വായിക്കാൻ? നമുക്ക് മരങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് റൂട്ട് അല്ലെ, വേരെന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് റൂട്ട് വേർഡ് ചീഫ് പാർട്ടാണ്, മെയിൻ പാർട്ടാണ്. ഒരു മെഡിക്കൽ ടേമില് മെയിൻ പാർട്ടാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. സ്റ്റെം ഓഫ് എ വേർഡ് എന്ന് പറയുന്നത് റൂട്ട് വേർഡ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. റൂട്ട് വേർഡ് മെയിൻ പാർട്ടാണ്. പ്രിഫിക്സും സഫിക്സും ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകില്ല. പക്ഷെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ചീഫ് പാർട്ടാണ്. ഒരു സെന്റൻസിലെയോ അല്ലെങ്കിൽ ഒരു വേർഡിലെയോ മെഡിക്കൽ ടേമിലെയോ ഒരു മെയിൻ പാർട്ടാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ നോക്കി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടത്. റെഡി ഉണ്ടോ ആരെങ്കിലും? ഞാൻ തന്നെ വായിക്കണോ? The chief part of stem or word is known as a root word. A root word carries the essential meaning of the word and frequently points out a body part. With a combining form, the root word and a combining vowel like I, E, O or A may be
blended with another root word, a prefix or a suffix to describe a particular structure or condition. A regularly used term is EMS, is CPR, which is standards or cardiopulmonary rescue. When we break it down, cardio is a root word which means heart, and pulmonary is a root word meaning lungs. By executing CPR, we introduce air into the lungs and circulate blood by pressuring the heart to receive the patient. Some root words may also be used as prefix or suffix. ഓക്കെ, റൂട്ട് വേർഡ് മെയിൻ വേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. EMS എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസ്. പെട്ടെന്നൊരു എമർജൻസി കേസ് വരുമ്പോൾ നമുക്ക് EMS. CPR കാർഡിയോ പൾമണറി റിസൈറ്റേഷൻ നമ്മൾ പറഞ്ഞാന്ന് തോന്നുന്നു. CPR കൊടുക്കില്ലേ, 2 കൈ കൂടി ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റിൽ പ്രസ് ചെയ്ത് പെട്ടെന്നൊരു ഹാർട്ട് കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗമാണ് CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമണറി റിസൈറ്റേഷൻ. EMS എമർജൻസി മെഡിക്കൽ സർവീസ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ഷോർട്ട് ഫോമിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചീഫ് പാർട്ടാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വേർഡിന് ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ടായിരിക്കും. ഫ്രീക്വന്റ്ലി ഒരു ബോഡി പാർട്ടായിരിക്കും പറയുന്നത്, ഹ്യൂമൻ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട്. പിന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ റൂട്ട് വേർഡ് വവൽസും ആയിട്ട് IEO അല്ലെങ്കിൽ A എന്നുള്ളതൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ പറയുമ്പോൾ വേറൊരു റൂട്ട് വേർഡ് ആയിട്ട് മാറും. പിന്നെ പ്രിഫിക്സും സഫിക്സും ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട് റൂട്ട് വേർഡിന്റെ കൂടെ. റെഗുലർലി യൂസ്ഡ് ടേം ഇൻ EMS is CPR, which stands for cardiopulmonary resuscitation. ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, ഈ വേർഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴേക്കും CPR എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ആണ് cardiopulmonary resuscitation. കാർഡിയോ അതാണ് റൂട്ട് വേർഡ്, which means heart. പൾമണറിയും റൂട്ട് വേർഡ് ആണ് ലങ്സ്, ഹാർട്ടും ലങ്സും. By executing CPR, we introduce into the lungs and circulate blood. അതായത് CPR ഇങ്ങനെ കൈ വെച്ചിട്ട് ചെസ്റ്റിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുവാണല്ലോ. അപ്പൊ ശരിക്കും ഇത് കൊടുക്കുന്നത് ആർക്കാണ്? ശരിയായ രീതിയിൽ ഹാർട്ട് ബീറ്റ്സ് നടക്കുന്നില്ല, ശരിയായ രീതിയിൽ ബ്രീത്തിങ് നടക്കുന്നില്ല. ആ സമയത്താണ് CPR നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. CPR എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെയും അതുപോലെ തന്നെ അതായത് ലങ്സിലേക്ക് ഓക്സിജൻ വരണം, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണം. അതാണ് ലങ്സിന്റെ ജോലി. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ജോലി എന്താ? ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഹാർട്ടിലേക്കും ബ്ലഡ് വരുന്നു, ഹാർട്ടിൽ നിന്നും ബ്ലഡ് തിരിച്ച് പുറത്തേക്കും പോകുന്നു. അപ്പൊ രണ്ടിന്റെയും ഒന്ന് എയറും ഒന്ന് ബ്ലഡുമാണ് അവർക്ക് വേണ്ടത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, പേഷ്യന്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിലേക്ക് ലങ്സിലേക്ക് എയറും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹാർട്ടിൽ നിന്നും ഇന്നും ഔട്ടും ഉണ്ടല്ലോ ബ്ലഡ്. അപ്പൊ അത് ചെയ്യാനാണ് CPR ചെയ്യുന്നത്. അപ്പൊ ഇതില് CPRനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് റൂട്ട് വേർഡ്സിനെ ഡിവൈഡ് ചെയ്തെടുത്തേക്കുമാണ്. അപ്പൊ ചില സമയങ്ങളിൽ മെഡിക്കൽ ടെർമിനോളജിയിൽ യൂസ് ചെയ്യുന്ന വേർഡിൽ റൂട്ട് വേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലതിനകത്ത് പ്രിഫിക്സ് വരും, ചിലപ്പോൾ സഫിക്സും വരും. ഇതിലിപ്പോ CPRല് കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ട് റൂട്ട് വേർഡ് ആണ്, പൾമണറി എന്ന് പറയുന്നത് ലങ്സ് റൂട്ട് വേർഡ് ആണ്. ഇനി കുറച്ച് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? CPR അതിനെ നമ്മൾ ഓരോരോ പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് റൂട്ട് വേർഡ്സ് കണ്ടുപിടിച്ചു. കാർഡിയോ പൾമണറി അത് റൂട്ട് വേർഡ് ആണ്. അപ്പൊ അതിന് മീനിങ് നമ്മൾ പറഞ്ഞു, കാർഡിയോ ഹേർട്ട് ആണെങ്കിൽ പൾമണറി ലങ്സ് ആണെങ്കിലും. അപ്പൊ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞ ഒരു മീനിങ് തരുന്ന വേർഡ് ആണ് അല്ലെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിഫിക്സും സഫിക്സും വയ്ക്കുമ്പോൾ ബേസ് പാർട്ടാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ വേർഡിലെ അല്ലെങ്കിൽ മെഡിക്കൽ ടേമിലെ ഒരു ബേസ് പാർട്ട്, ചീഫ് പാർട്ടാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അത് കൺവേസ് മീനിങ്, അതിന് അർത്ഥം ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ സഫിക്സ് ITS ചേർക്കും, നമുക്ക് അതിനൊരു മീനിങ് അവിടെ പറയാൻ പറ്റുമോ? പക്ഷെ അതൊരു വേർഡുമായിട്ട് ചേർന്നപ്പോൾ മീനിങ് കംപ്ലീറ്റ്ലി മാറി. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു മീനിങ് അതിനെ മാത്രമായിട്ട് സഫിക്സ് മാത്രമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മീനിങ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് വേറൊരു വേർഡുമായിട്ട് ചേരുമ്പോൾ അവിടെ അതിന് മീനിങ് വന്നു. പക്ഷെ റൂട്ട് വേർഡ് അങ്ങനെയല്ല, ഇറ്റ് കൺവേസ് മീനിങ്. അപ്പൊ കാർഡിയോ പൾമണറിന്ന് ഹാർട്ടും ലങ്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയല്ലോ? പ്രിഫിക്സ് സഫിക്സ് റൂട്ട് വേർഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നത്. നെക്സ്റ്റ് അബ്രിവേഷൻസ് ആണ്, അതിലേക്ക് വരാം. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിനെ ബിഗിനിങ്ങിൽ ചേർക്കും. സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വേർഡിന്റെ എൻഡിൽ ചേർക്കും. അപ്പം അതിന്റെ മീനിങ് ചേഞ്ചസ് വരുന്നു. പിന്നെ മെഡിക്കൽ ടേമിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊരു കാര്യം പറയുന്നതിനേക്കാളും ഒറ്റ വേർഡിന്റെ കാര്യം പറയാനായിട്ട് പറ്റുന്നു. അത് ഇൻഫ്ലമേഷൻ ഇൻ ജോയിന്റ്സ് എന്ന് പറയുന്നതിന് പകരം ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ അത് ക്ലിയർ ആയി. ആ ആർത്രൈറ്റിസ് ITS എന്നുള്ള ആ ഒരു സഫിക്സ് ആണ് ഇതിന് എൻഡിൽ ചേർത്തത്. ആർത്രോ എന്ന് പറഞ്ഞ ജോയിന്റ്സ് ആണ്, എൻഡിൽ ITS ചേർത്തപ്പോ അത് ആർത്രൈറ്റിസ് ആയി. പിന്നെ ചെയ്ത കാര്യം എന്തായിരുന്നു, പറഞ്ഞ കാര്യം എന്താ, ഇതിന്റെ പ്രൊനൗൺസിയേഷനും മീനിങ്ങും കറക്റ്റ് ആക്കാനായിട്ട് ഈ ലെറ്റേഴ്സിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തും. അങ്ങനെ തന്നെ അത് ജോയിൻ ആക്കുമല്ല, ചിലപ്പോ ആർത്രോ എന്നുള്ളതിന് O മാറ്റിയിട്ട് ആണ് അവരവിടെ വേറെ ലെറ്റർ വെച്ചിട്ടാണ് ചേഞ്ച് ആക്കിയത്. അത് ക്ലിയർ ആയിരുന്നു. പിന്നെ പ്രിഫിക്സ് നമ്മൾ പറഞ്ഞതിന് മുമ്പിൽ ചേർക്കുന്നത്. ഇറ്റ് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ മെഡിക്കൽ വേർഡ്. അതിന്റെ മീനിങ് മോഡിഫൈ ചെയ്യാനായിട്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് വരും. ലിസ്റ്റ് താഴെ നിങ്ങൾക്ക് കാണാം. കുറെ പ്രിഫിക്സ്, മീനിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ വരും. ഇനി അബ്രിവേഷൻസ്. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് നമുക്ക് നമ്മളുടെ രീതിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കില്ലേ. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കായിരിക്കും ചിലപ്പോൾ മനസ്സിലാകുന്നത്. വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇയർ മനസ്സിലാകാനും ഏത് യുദ്ധം ഏത് ഇയറിലായിരുന്നു എന്നൊക്കെ മനസ്സിലാകാൻ നമ്മൾ ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് പോലെയൊക്കെ എഴുതി വെക്കും. അതുപോലെ നമ്മൾ മിക്ക ഫീൽഡിലും, മെഡിക്കൽ ഫീൽഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അബ്രിവേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഷോർട്ട് നോട്ട്സിൽ വെക്കുന്നതാണ്. അങ്ങനെ വായിക്കാമോ? Abbreviations. Abbreviations are words which are used to shorten notes or documentation. When using abbreviations in patient care reports, you had better use only standard accepted abbreviations to avoid confusion and errors. This list is meant to help decipher documents written by other healthcare professionals. Before using any abbreviations in reports, it is essential to be familiar with the approved use of abbreviations in your local judicial or service area. നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും. അത് സ്റ്റാൻഡേർഡ് അല്ല, നമ്മളുടെ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫോമാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അവർ അംഗീകരിച്ചോന്നായിരുന്നു. പക്ഷെ ഇവിടെ മെഡിക്കൽ അബ്രിവേഷൻസ് ഇതെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അംഗീകരിച്ച കുറെ ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. ഡോക്യുമെന്റേഷന് എളുപ്പത്തിലുള്ളതായിരിക്കും. പിന്നെ ഡീകോഡ് ചെയ്യാൻ, അതായത് ഇപ്പം മെഡിക്കൽ പ്രൊഫഷണൽസ് ആരെങ്കിലും ഈ അബ്രിവേഷൻസ് വെച്ച് എഴുതിയിട്ട് ഡോക്ടർ എഴുതുന്നു, അത് നോക്കുന്നത് ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തേക്കുമെന്ന് വിചാരിച്ചോ, ഫുൾ കഥ എഴുതില്ല, അവർ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതും. അപ്പൊ ഫാർമസിസ്റ്റിന് അറിയാം, അത് ആ ടെർമിനോളജി അറിയാവുന്നതുകൊണ്ട് ഫാർമസിസ്റ്റ് അത് എളുപ്പത്തിൽ ഡീകോഡ് ചെയ്യും. ഡെസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്യും, അതിനെ എളുപ്പത്തിൽ ഡീകോഡ് ചെയ്യാനായിട്ട് ഫാർമസിസ്റ്റ്. അപ്പൊ അത് ആ ഒരു പ്രൊഫഷനിലുള്ളവർക്കാണ് അത് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്ക് അത് ഡീകോഡ് ചെയ്യാൻ അറിയാൻ പറ്റും. ഈവൻ നഴ്സുമാര് അവർക്കെല്ലാം അത് അറിയായിരിക്കും. ഇപ്പൊ ഒരു മെഡിസിന്റെ പേര് എഴുതുന്നത് നമുക്കറിയാം, ഓരോ മെഡിസിനും കണ്ടന്റ് പലതുണ്ട്, പല കണ്ടന്റ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് ഒരിക്കലും കണ്ടന്റ്സ് അങ്ങനെ നിരത്തി എഴുതില്ല. അവർ ആ മെഡിസിന്റെ പേര്, അതിനെന്താണോ എന്തെങ്കിലും കോഡുണ്ടോ അബ്രിവേഷൻ ചെയ്തപ്പോ അതല്ലേ. ചില മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ചെന്ന ഒരു മരുന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ മരുന്നില്ല, പക്ഷെ ഇതിന് പകരം വേറെ ഉണ്ട്, കണ്ടന്റ് സെയിം ആന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഇത് ഡീകോഡ് ചെയ്യാനായിട്ട് അറിയാനായിട്ട് പറ്റും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ. അതാണ് അബ്രിവേഷൻസ് പറയുന്നത്. ഇനി ഇത് അപ്രൂവ്ഡ് ആയിരിക്കും. ഈ അബ്രിവേഷൻസ് അപ്രൂവൽ ഉള്ളതാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, അപ്രൂവ്ഡ് ആണ്. നമ്മുടെ ലോക്കൽ ജുറിഡിക്ഷൻ, അതായത് നമ്മുടെ ലോക്കലിലുള്ള കോടതി, കോർട്ട്, അങ്ങനെ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം അംഗീകരിച്ചിട്ടുള്ളതായിരിക്കും. എന്നാൽ മാത്രമാണ് അവർക്ക് അത് വർക്ക് ചെയ്യാനും ഈ അബ്രിവേഷൻസ് യൂസ് ചെയ്യാനും പറ്റും. അല്ലാണ്ട് ഒരു ഡോക്ടർക്ക് തോന്നിയ പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്ത അബ്രിവേഷൻസ് അവർ യൂസ് ചെയ്യില്ല. ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സബ്ജക്ട് തന്നെ ഉണ്ടല്ലോ. ഇതെല്ലാം പഠിക്കുന്ന മെഡിക്കൽ കോഡിംഗ് ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ബോറടി ഉണ്ടാവും. കംപ്ലീറ്റ് ഈ ലിസ്റ്റ് ആണ്. കുറെയൊക്കെ നമ്മൾ കേട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഇതിനകത്ത് എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പ്രിഫിക്സ് എന്തായിരുന്നു?
ഇൻ ദ ബിഗിനിങ്, ഒരു വേർഡിന് തൊട്ട് മുമ്പ്, ഓരോന്നിന്റെയും മീനിങ് ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വേർഡിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ട് എ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്, അങ്ങനെ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിക്കണം, അപ്പം എന്താ വിത്തൗട്ട്, അതായത് മധുരം കഴിക്കാതെ, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. മധുരം കഴിക്കാതെ വേണം ഈ മെഡിസിൻ അത്രയും ദിവസം കണ്ടിന്യൂ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ വിത്തൗട്ട്, അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്ക്, അങ്ങനെ എന്തെങ്കിലും ചില കണ്ടീഷൻസ് ഒക്കെ വരില്ലേ, അതിന് വേണ്ടിയിട്ട് എ വിത്തൗട്ട്, ഇതില്ലാതെ, അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്, ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള രീതിയിലാണ് എ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് വേർഡിന്റെ കൂടെയാണോ ഇത് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അപ്പൊ മീനിങ് ഇങ്ങനെയായിട്ട് മാറും. നമുക്ക് അല്ലാതെ നമ്മൾ എന്താ ആൽഫബറ്റ്സിൽ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാ, ഒരു വൺ എന്നുള്ള മീനിങ്ങിനാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത് അല്ലെ. മെഡിക്കൽ ഫീൽഡിൽ ഇത് പ്രിഫിക്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് മാറിയ കണ്ടോ, വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്. എ ബി, എ ബി എന്നുള്ളത് ഏതെങ്കിലും, ഇത് ചിന്തിക്കണം, ഏതെങ്കിലും ഒരു വേർഡിന് മുമ്പ് പ്രിഫിക്സ് ആയിട്ട് എ ബി വന്നു കഴിഞ്ഞാൽ ബിയോണ്ട് ആ ഒരു മീനിങ് വരും. ബിയോണ്ട്, ഓക്കെ, ബിയോണ്ട് എന്നാണ്, അതിനപ്പുറം, അങ്ങനെ ഒരു മീനിങ്, ബിയോണ്ട്, അതിനപ്പുറം എന്നുള്ളൊരു മീനിങ് വരും. ഞാൻ അതൊക്കെ ഇവിടെ കുറെ എക്സ്പ്ലെയിൻ ചെയ്തതിന് എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സ്, പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നില്ല, ഒരു പ്രശ്നം. സാരമില്ല, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒന്നുകൂടെ ഈ ലിസ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എ ബി ബിയോണ്ട്, അബ്ഡക്ടർന്ന്, ഇത് ഞാൻ മീനിങ് പറഞ്ഞുതരാം, മസിലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പുള്ളത് ഈ ഡക്ടർ, അതിന്റെ മുമ്പിൽ ചേർക്കുവാണെങ്കിൽ ഡക്ടർ മാത്രമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതി കണ്ടുപിടിച്ച് വെച്ചതാണ്. ഡക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാസേജ്, വെള്ളം പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് ഡക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ മെഡിക്കലിന്റെ ഡക്ടർ എന്ന് പറയുന്നത്, ആ ഡക്ടർ എന്നുള്ളതിന്റെ മുമ്പിൽ എ ബി ചേർക്കുമ്പോൾ അതൊരു മസിലായിട്ട് മാറും, നമ്മളുടെ ബോഡിയിലെ ഒരു പാർട്ടായിട്ട് മാറും, മസിലാണ്. മസിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലെ പഠിച്ച പേജ്. പിന്നെ അബ്ഡോമൻ, അടുത്തത് നമ്മൾ കോമൺ കേട്ടിട്ടുണ്ട് എപ്പോഴും, അബ്ഡോമൻ സ്കാൻ എന്ന് പറയുന്ന കാരണം അതിന്റെ മീനിങ് നമുക്കറിയാം, സ്റ്റൊമക്ക്. അവിടെ ബ്രാക്കറ്റിൽ എന്ന് ചേർത്തിട്ടുണ്ട്, അത് എന്നും കൂടെ, അതായത് അബ്ഡോമൻ പിന്നെ എന്നുള്ള ലെറ്റർ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലര് പ്രിഫിക്സ് എഴുതുമ്പോൾ 2 എൻ, നമ്മൾ പറഞ്ഞല്ലോ ആവശ്യത്തിന് നമുക്ക് ലെറ്റേഴ്സ് ആഡ് ചെയ്ത് ഇല്ലാതാക്കുകയോ ചെയ്യാം, മീനിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അബ്ഡോമൻ സ്റ്റൊമക്ക് ആണ്. പിന്നെ ACR, ACR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടൈനിങ് ടു ആൻ സിവിയറിറ്റി, സിവിയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്, വളരെ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതാണ്. അതിന് വേണ്ടി ചേർക്കുന്നതാണ് ACR. അപ്പൊ പേഷ്യന്റെ കണ്ടീഷൻ വളരെ സിവിയർ ആയി മാറുന്നു, പേഷ്യന്റ് സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എഴുതാൻ വേണ്ടി ഡോക്ടേഴ്സിന് ഈ ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യാം. AD, ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അതിലേക്ക് എന്നൊരു മീനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രിഫിക്സ് ആണ് AD. പിന്നെ ADEN അല്ലെങ്കിൽ ADENO, ഈ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഗ്ലാൻഡിനെ, നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഗ്രന്ഥി, ഏതെങ്കിലും ഗ്ലാൻഡിനെ റെഫർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ അഡിനോയിഡ് ഗ്ലാൻഡ് കേട്ടിട്ടില്ലേ, അഡിനോയിഡ് ഗ്ലാൻഡ്. അപ്പം ADEN എന്നുള്ളത് ENO, ID എന്നുള്ളതിന്റെ മുമ്പ് ADENO ചേർക്കുമ്പോഴേക്കും അതൊരു ഗ്ലാൻഡിന്റെ പേരായി, അഡിനോയിഡ് ഗ്ലാൻഡ്, റെഫറിങ് ടു എ ഗ്ലാൻഡ്. സൂം ചെയ്ത് വെച്ചേക്കോ, ശരിക്കും കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എ, നമ്മൾ നോർമലി നമ്മൾ ഏന്ന് യൂസ് ചെയ്ത് ഒരു എന്നാണ് മീനിങ്, പക്ഷെ മെഡിക്കലിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്, ഇതില്ലാതെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു മീനിങ് വരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ വേർഡ് യൂസിങ്. പിന്നെ AB എന്ന് പ്രിഫിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബിയോണ്ട്, അബ്ഡോമൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റൊമക്ക്, അതിന്റെ മീനിങ് അത് അബ്ഡോമൻ. ABDO MEN എന്ന് യൂസ് ചെയ്യും, ചിലപ്പോൾ ABDO MENN യൂസ് ചെയ്യും. ACR,
അത് പറയുന്നത് ഭയങ്കര സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നതിനെയാണ് അപ്പൊ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ് ACR അല്ലെങ്കിൽ ACRO, അപ്രൂവ്. ഇനി AD എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഈ ADN അല്ലെങ്കിൽ ADNO രണ്ട് പ്രിഫിക്സ്, ADN അല്ലെങ്കിൽ ADNO എന്ന് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഗ്ലാൻഡിനെ റെഫർ ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ അഡിനോയിഡ്, ADENOID. ആ പ്രിഫിക്സ് അങ്ങനെ തന്നെ എഴുതിയിട്ട് ID ചേർക്കുമ്പോൾ, അതായത് IDയുടെ മുമ്പിൽ ആ പ്രിഫിക്സ് വരുമ്പോൾ അതൊരു ഗ്ലാൻഡിന്റെ പേരായി, അഡിനോയിഡ് ഗ്ലാൻഡ്. നെക്സ്റ്റ് AN. നമ്മളുടെ ആദ്യത്തെ എയുടെ അതേ മീനിങ് ഓർത്താൽ മതി. നമ്മൾ ഇംഗ്ലീഷില് എയും ANഉം എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു എന്നുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മെഡിക്കൽ ടെർമിനോളജിയിൽ അതിന്റെ അതും പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരേ മീനിങ് വരണം അല്ലെ. A എന്ന് പറയുന്നത് വിത്തൗട്ട് ഫോർവാണ്ടും, ANഉം ആനും വിത്തൗട്ട് ഫോർവാണ്ടും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ബ്ലഡ് അല്ലെ, വിളർച്ച, ബ്ലഡ് വളരെ കുറവായിരിക്കും. വിത്തൗട്ട്, അതായത് ആവശ്യത്തിനധികം ഇല്ലാത്ത രീതിയിലുള്ള ബ്ലഡ് ഇല്ല, ഹീമോഗ്ലോബിൻ ഇല്ല, അതാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിയയുടെ മുമ്പിൽ AN ചേർത്തപ്പം അത് അനീമിയ ആയിട്ട് മാറും. നെക്സ്റ്റ് ANA, അപ്പ്, ബാക്ക്, വൺ മോർ ടൈം. ഇത്രയും മീനിങ് വന്നു, ഡിഫറെന്റ് മീനിങ് അല്ലേ വന്നേ. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിന്റെ മീനിങ് വരും. അപ്പ് മുകളിലേക്ക്, ബാക്ക് പുറകില്, വൺ മോർ ടൈം ഒരിക്കൽ കൂടിയിട്ട്, അങ്ങനെ. ANA മീനിങ് അതാണ്. അപ്പം ആ ഒരു പ്രിഫിക്സിന് തന്നെ 3 മീനിങ് ആണ്, 3 സിറ്റുവേഷനിൽ 3 മീനിങ് വരും. ANL ഒക്കെ അതിൽ വരുന്നത്. പിന്നെ ആൻജിയോ, അത് നമ്മൾ കേട്ട് പരിചയമുണ്ട് അല്ലെ. ആൻജിയോ എന്ന് പറഞ്ഞാൽ വെസൽ എന്നാണ് മീനിങ്. നമ്മൾ ചെയ്യുന്ന എന്താ? ആൻജിയോപ്ലാസ്റ്റി അല്ലെ, ഹാർട്ടിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറയില്ലേ, അതാണ് ആൻജിയോപ്ലാസ്റ്റി. അതിന്റെ മുമ്പില് ആൻജിയോ ചേർത്തപ്പോൾ അത് ആൻജിയോപ്ലാസ്റ്റി ആയി മാറും. പിന്നെ ANT എന്ന് പറഞ്ഞാൽ പ്രയർ ടു, മുമ്പ്, ഫോർവേഡ്, മുമ്പിലേക്ക്, പ്രയർ ടു, അതായത് ഒരു കാര്യത്തിന് മുമ്പിൽ. അതിനൊരു എക്സാമ്പിള് ആന്റിനേറ്റൽ. ആന്റി എന്ന് എഴുതിയിട്ട് നേറ്റൽ. നേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ബേബി ആയിട്ട് റിലേറ്റഡ് ആണല്ലേ. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ചൈൽഡ് ബർത്ത്. ANT എന്ന് പറഞ്ഞാൽ പ്രയർ ടു, മുമ്പ്, ഫോർവേഡ്, മുമ്പിലേക്ക്. 2 മീനിങ് ഉണ്ട്. പ്രയർ ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ്, അതാണ് പ്രയർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മള് മുന്നിലേക്ക്, ആ ഒരു മീനിങ്. 2 മീനിങ് ആണ് ANTക്ക് ഉള്ളത്. ഇതൊരു എക്സാമ്പിൾ ആണ്. മാക്സിമം കിട്ടാവുന്ന എക്സാമ്പിൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആന്റിനേറ്റൽ. NATLന്റെ മുമ്പില് ആന്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആന്റിനേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ബർത്ത്. നേറ്റൽ എന്ന് പറഞ്ഞാൽ ബർത്ത് ആണ്, ചൈൽഡ് ബർത്ത് ആണ്. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ ബർത്ത് സംഭവിക്കുന്നതിന് മുമ്പ്. അപ്പൊ അവിടുത്തെ മീനിങ് എന്ത് വന്നു? പ്രയർ ടു, മുമ്പ്, അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ്. ശരിക്കും നേറ്റർ എന്നുള്ള പ്രോസസ് സംഭവിക്കുന്നതിന് മുമ്പ് എന്നുള്ള കാണാതെ, ബർത്തിന് മുമ്പ് എന്ന് ഡോക്ടർ എഴുതുന്നതിനേക്കാളും എന്താ എളുപ്പം? ആന്റിനേറ്റൽ എന്ന് അവർ എഴുതിയാൽ മതിയല്ലോ. സ്പെല്ലിംഗ് കിട്ടിയല്ലോ അല്ലെ. നേറ്റൽ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത് ആണ്, NATL. അതിന്റെ മുമ്പില് നമ്മുടെ ഈ പ്രിഫിക്സ് ആന്റി വന്നപ്പം ആന്റിനേറ്റലായി, ദാറ്റ് ഈസ് ബിഫോർ ബർത്ത്. അപ്പൊ അവിടെ ആന്റി എന്നുള്ള പ്രിഫിക്സിന്റെ മീനിങ് പ്രയർ ടു എന്നാണ്. ANTE ആണ്. നെക്സ്റ്റ് ആന്റി, അതും ആന്റി ANTI ആണ്. നെക്സ്റ്റ് വൺ ആന്റി ANTI, averse to forward. അവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ഒപ്പോസ്റ്റ് എന്നാണ് അവേഴ്സിന്റെ മീനിങ്. പക്ഷെ ഇവിടെ അപ്രൈഡ് അങ്ങനെയൊക്കെ ഒരു മീനിങ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ആന്റിയുടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുന്നു. ആന്റിബോഡി, ആന്റി അവേഴ്സ് ടു, അതും വേറൊരു മീനിങ് ഫോർവേഡ്. അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പോസ് ചെയ്യുന്ന, നമ്മൾ എന്താ അപ്രൂവൽ ചെയ്യാത്ത ആ ഒരു മീനിങ് വരും.
അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവൽ ചെയ്യാത്തത്. ഫോർവേഡ് എന്നൊരു മീനിങ് ഉണ്ട്. ആന്റി ആന്റി അവേഴ്സ് ടു മീനിങ് അപ്രൂവൽ ചെയ്യാത്ത. അപ്പൊ ഡോക്ടേഴ്സ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അപ്രൂവ്ഡ് അല്ല, അങ്ങനെയൊക്കെ രീതിയിൽ അവർ എഴുതുമല്ലോ. അവേഴ്സ് ടു എന്നുള്ള ആന്റി. ഓക്കെ, ഫോർവേഡ് എന്നുള്ള മീനിങ്ങും അതിനുണ്ട്. നെക്സ്റ്റ് ആർട്ടറി അല്ലെങ്കിൽ ആർട്ടറി ഓ, അത് യൂസ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് ആർട്ടറി, നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വെയിൻ ആണ് ആർട്ടറി എന്ന് പറയുന്നത്, അല്ലെ? മെയിൻ ആയിട്ടുള്ള ഒരു വെയിൻ. ഓക്കെ, നെക്സ്റ്റ് ആർത്തോ. നമ്മൾ നേരത്തെ മറ്റേ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ആർത്തോ, ആർത്രൈറ്റിസ്, നമ്മൾ സഫിക്സ് യൂസ് ചെയ്ത് അതിന് ആർത്രൈറ്റിസ്, ജോയിന്റ്സിലുള്ള ഇൻഫ്ലമേഷൻ എന്നുള്ള മീനിങ് ഉണ്ടാക്കിയല്ലോ. അപ്പൊ ആർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റുമായിട്ട്, നമ്മുടെ ബോഡിയുടെ ജോയിന്റ്സ് ആയിട്ട്, സന്ധികൾ ആയിട്ട് ബന്ധമുള്ളതാണ് ആർത്തോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, വൺ സെൽഫ്, അവനവൻ തന്നെ. ഓക്കെ, വൺ സെൽഫ്, ഓട്ടോ. എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. യെസ്, ആർത്രോപ്ലാസ്റ്റി, റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ്മെന്റ് അതായത് എന്തെങ്കിലും മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് പറയുന്നതാണ് ആർത്രോപ്ലാസ്റ്റി. നമ്മുടെ ജോയിന്റ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ ആർത്രോപ്ലാസ്റ്റി. അപ്പൊ ആർത്തോ എന്ന് പറയുന്നത് ജോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ ഈ ആർത്തോ പ്രിഫിക്സ് ആയിട്ട് ചേർക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചില ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും മീനിങ് കറക്റ്റ് ആക്കാനായിട്ട്. അപ്പൊ ആർത്രോപ്ലാസ്റ്റി റീപ്ലേസ്മെന്റ് ആണ്, മാറ്റിവെക്കൽ സർജറി എന്നൊക്കെ നമ്മൾ പറയണോ. നെക്സ്റ്റ് ഓട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ. ഓട്ടോപ്സി, മരിച്ചുപോയി കഴിയുമ്പോൾ അവനവന്റെ ബോഡി, എന്താ പറയാ, ആ ബോഡിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അല്ലെ, ഓട്ടോപ്സി. ഓട്ടോ ഇമ്മ്യൂൺ കേട്ടിട്ടുണ്ടോ? ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. കുറെ സോൾജിയേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അല്ലെ? അതായത് അവരുടെ ജോലി എന്താ, ഏതെങ്കിലും അണുക്കൾ, ഫോറിൻ ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവരെ ചെറുത്ത് നിൽക്കുന്നതാണ് ഈ ഡിഫൻസ് മെക്കാനിസം. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ചില സമയത്ത് ഈ അണുക്കൾ, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന അണുക്കള് നമ്മളുടെ ബോഡിക്ക് എതിരായിട്ട് തിരിയും, നമ്മളെ തന്നെ ആക്രമിക്കാൻ വരും. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. നേരത്തെ ആ ഡിഫൻസ് മെക്കാനിസം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് നമ്മളുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അത് ഓട്ടോ ഇമ്മ്യൂൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡിസീസസ് അങ്ങനെയുണ്ട്, ചില ഇൻഫെക്ഷൻസ് വരുമ്പോൾ അങ്ങനെ സംഭവിക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ എല്ലാം നല്ല കറക്റ്റ് ആയിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരു നേരം, പ്രത്യേകിച്ച് ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും ലേറ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഗ്യാസ് ഫോം ചെയ്യും. നമുക്ക് എന്താ, വയറരിച്ചിൽ, അത് പിന്നെ നെഞ്ചിൽ അരിച്ചിൽ വരും, പിന്നെ പൊളിച്ചത് കെട്ടൽ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരും. ഇതിന് കാരണം എന്താ, നമ്മുടെ ബോഡിക്കകത്ത് കുറേ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. അവർ കറക്റ്റ് ടൈമിൽ പണിയെടുക്കുന്നവരാ. അപ്പൊ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊണ്ട് ചെന്നില്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ളതാണ് കൂടുതലും. അപ്പൊ ഈ ആസിഡ്സ് ആ വരുന്ന ഭക്ഷണത്തെ, നമ്മൾ പല ടൈപ്പ് ഫുഡ് ആയിരിക്കും കഴിക്കുന്നതിനായി, ഭയങ്കര സോളിഡ് ആയിട്ടുള്ളതും ഒക്കെ. ചിലർ മിഴുവും ചിലപ്പോൾ ചവച്ചരക്കി കഴിക്കും. ഇപ്പൊ ചെല്ലുന്ന ഫുഡിനെ ഒന്നുകൂടെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവര് കിടന്ന് അവിടെ പണിയെടുക്കും, അവരവരുടെ ജോലി ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഡിഫൻസ് മെക്കാനിസം, ഈ സോൾജിയേഴ്സ്, അവര് ചില സമയത്ത് അവരായിട്ട് തന്നെ ചുമ്മാ പണി ചെയ്യും. നമ്മളുടെ ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ വരുന്ന കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന, ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് അത് ഓട്ടോ ഇമ്മ്യൂൺ. ചില ഡിസീസസ് എല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അവയർനെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഓട്ടോ, വൺ സെൽഫ്, എക്സാമ്പിൾ നിങ്ങൾക്കോടെ എഴുതി വെക്കാം, ഓട്ടോ ഇമ്മ്യൂൺ. അങ്ങനെ ഒരു അസുഖമായിട്ടൊരു രോഗി വരുമ്പോൾ ഡോക്ടർ ഒറ്റ വേർഡ് എഴുതിയാൽ മതി, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് എഴുതുമ്പോൾ തന്നെ കംപ്ലീറ്റ് അത് മനസ്സിലാവും. ബൈ ടു അല്ലെ, ബൈ എന്ന് പറഞ്ഞാൽ ടു, നമുക്ക് അതറിയാം. ബൈനോമിയൽ, മാത്സിലെ പോളിനോമിയൽ 2 ടേം മാത്രം വരുന്നതാണ് ബൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേം, ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ 3 ടേം, പോളിനോമിയൽ എന്ന് പറയുമ്പോൾ കുറേ ടേംസ്. പോളി എന്ന് പറഞ്ഞാൽ മിനിയൻ. ഓക്കെ, ഇപ്പൊ ബൈ എന്ന് പറഞ്ഞാൽ 2. ബൈസെപ്സ്
നമ്മളുടെ മസിൽസിനെ പറയില്ലേ ബൈസെപ്സ്, അതൊരു എക്സാമ്പിൾ ആണ്. ബൈസെപ്സ് ആൾക്കാരെ ബൈസെപ്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പുഷപ്പും അതും ഇതൊക്കെ ചെയ്യാറില്ലേ? നമ്മുടെ സ്കെലറ്റൽ മസിൽസ് ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു എല്ല് വരുന്ന ഈ ഭാഗങ്ങളിലെ കാലില് അങ്ങനെയൊക്കെ വരുന്ന മസിൽസിനെയാണ് ബൈസെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ടു. അടുത്തത് ബൈ, അതുപോലെ തന്നെ ബയോ അല്ലെങ്കിൽ ബയോളജി ഒരു എക്സാമ്പിൾ. ബയോ എന്നുള്ളത് ഇതിന്റെ ചേർക്കുമ്പോൾ അത് ബയോളജി ആയി. ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ട്. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവശാസ്ത്രം അല്ലെ, ജന്തുശാസ്ത്രം അങ്ങനെ എന്തല്ലേ പറയുന്നത് മലയാളത്തില്. അപ്പൊ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിലോങ്ങിങ് ടു ലൈഫ്. ഓക്കെ, ബ്ലാസ്റ്റ്. ചിലതിനൊക്കെ എനിക്ക് എക്സാമ്പിൾ കിട്ടി, അതൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ബൈസെപ്സ് ആദ്യത്തെ ബൈക്ക് പറഞ്ഞു, അടുത്തതിന് ബയോളജി എന്ന് പറഞ്ഞു. പിന്നെ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെം, അണുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ കോശങ്ങൾ, സെൽ. ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോ. കിട്ടാത്തതൊക്കെ ഒന്നുകൂടെ ഞാൻ സെർച്ച് ചെയ്ത് നെക്സ്റ്റ് ഡേ പറയാം. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും ലിസ്റ്റ് ഒന്നുകൂടെ പറയാം. പിന്നെ ബ്ലഫാർ അല്ലെങ്കിൽ ബ്ലഫാറോ നമ്മളുടെ കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്. ബ്ലഫർ അല്ലെങ്കിൽ ബ്ലഫാറോ എന്ന് പറയുന്നത് ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്. ഈ ഒരു പേജിലെ നമുക്ക് ആദ്യം ഫസ്റ്റ് 10 ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എ, ഇവിടുത്തെ മീനിങ് വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്. എ വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് 7th വണ്ണും കൂടെ അതിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. എ അല്ലെങ്കിൽ AN, വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്. അനീമിയ ഒരു എക്സാമ്പിൾ, രണ്ടിനും തന്നെ കൊടുക്കാം അനീമിയ എന്നുള്ള എക്സാമ്പിൾ. ഇനി AB, ബിയോണ്ട്, അതിനപ്പുറത്തേക്ക്. അബ്ഡക്ടർ എന്ന് പറയാം, ഒരു മസിലാണ്. മസിൽ, നമ്മുടെ ബോഡിയിലെ ഒരു മസിലാണ് അബ്ഡക്ടർ. ഡെപ്ത് എന്നുള്ളതിന്റെ മീനിങ് പാസേജ് ആണ്. നമ്മുടെ മസിൽസ് നമ്മുടെ ബോഡിയിലെ പലതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇത്. മസിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിനാണോ എക്സാമ്പിൾ പറഞ്ഞത് അനീമിയ? എയും ANഉം രണ്ടും ഒരേ മീനിങ് നോക്കി. എയും ANഉം അതിന് അനീമിയ. അതെ, ഫസ്റ്റ് വണ്ണിനും 7th വണ്ണിനും രണ്ട് മീനിങ്ങും സെയിം ആണ്. ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പ്രിഫിക്സിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടിനും നമുക്ക് എക്സാമ്പിൾ പറയാം അനീമിയ. എനിക്ക് കിട്ടാത്തത് ഞാൻ വീണ്ടും നോക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് അബ്, AB, അബ്ഡക്ടർ, ABDUCTOR. അതിന്റെ അബ്ഡക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു മസിലിനെയാണ് അബ്ഡക്ടർ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഒന്ന് പറയൂ മിസ്. പറയാം. AB എന്നുള്ള പ്രിഫിക്സ് ആദ്യം എഴുതുക. പിന്നെ ഡക്ട്, DUCT. പിന്നെ OR. അബ്ഡക്ടർ എന്നാണല്ലേ മിസ്? അബ്ഡക്ടർ മീനിങ് എന്തായിരുന്നു? നമ്മുടെ ബോഡിയിലെ ഒരു മസിലാണ്. ഇറ്റ്സ് എ മസിൽ. പ്രിഫിക്സിന്റെ മീനിങ് ഇത് നോക്കി തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ബിയോണ്ട്, അപ്പുറത്തേക്ക് എന്നുള്ള ഒരു മീനിങ് ആണ്. അബ്ഡോമൻ അത് നമുക്ക് കോമൺ ആണല്ലേ. നമ്മള് അബ്ഡോമൻ സ്കാനിങ് എന്നൊക്കെ പറയുന്നത് സ്റ്റൊമക് ആണ് അബ്ഡോമൻ. ചില സമയത്ത് ഒരു എൻ മാത്രം യൂസ് ചെയ്യും, ചില സമയത്ത് ഒരു എന്നും കൂടെ ഉപയോഗിക്കും. ABDO MEN, ABDO MEN എന്നും വരും. നെക്സ്റ്റ് ACR അല്ലെങ്കിൽ ACRO, അക്രൂ. അതെന്ന് പറഞ്ഞാൽ സിവിയർ കണ്ടീഷൻ എന്നൊക്കെ സൂചിപ്പിക്കാനാണ്. അതിന്റെ എക്സാമ്പിൾ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞുതരാം. സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നതാണ് ACR ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ടേമിന്റെ കൂടെ ACR പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാവുന്ന കേസാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ഒബ്സർവേഷനിൽ എഴുതി വെക്കുന്നതിലൂടെ ഇത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ടേം ഉപയോഗിക്കുമായിരിക്കും. നെക്സ്റ്റ് AD എന്ന് പറഞ്ഞാൽ ടു, അതിലേക്ക്, ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ആ വഴി, അതിലേക്ക് എന്നുള്ള മീനിങ് ആണ് AD വരുന്നത്. അതിന്റെയും തരാം ഞാൻ.
പിന്നെ ADEN അല്ലെങ്കിൽ ADENO എന്ന് പറയുന്നത് ഏതെങ്കിലും ഗ്ലാൻഡിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ADENO, ആ പ്രിഫിക്സ് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ID, O വരെ പ്രിഫിക്സ് എഴുതുക. ID, അഡിനോയിഡ്, അതൊരു ഗ്ലാൻഡ് ആണ്, നമ്മുടെ ബോഡിയിലെ ഒരു ഗ്ലാൻഡ് ആണ്. അഡിനോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ കുറെ ഗ്ലാൻഡ്സ് ഉണ്ട്, തൈറോയിഡിന്റെ ഉണ്ട്, അങ്ങനെ പല പല ഗ്ലാൻഡ്സ് ഉണ്ട്. അതിലൊരു ഗ്ലാൻഡ് ആണ് അഡിനോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ AN പറഞ്ഞല്ലോ, ഫസ്റ്റ് വണ്ണും സെവൻത്ത് വണ്ണും സെയിം ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ANA. ANA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 മീനിങ്സ് പറഞ്ഞിട്ട് അപ്പ്, മുകളിലേക്ക്, അല്ലെങ്കിൽ ബാക്ക്, വൺ മോർ ടൈം, ഒരിക്കൽ കൂടി എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഒരാഴ്ചത്തേക്ക് മെഡിസിൻസ് ചെയ്യും, ഒരാഴ്ചയും കൂടെ സെയിം കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ വൺ മോർ ടൈം, വൺ മോർ അങ്ങനെ കൊടുക്കാലോ. അടുത്ത ആൻജിയോ, വെസൽ, മൂത്രം എന്നുള്ള മീനിങ് ആണ്. ആൻജിയോപ്ലാസ്റ്റി. നെക്സ്റ്റ് ANT. ANT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ANTയും ഈ ANTIയും ഒരേ മീനിങ് വരുന്നുണ്ട്, ഫോർവേഡ്. പിന്നെ ANTക്ക് പ്രയർ ടു, മുമ്പിൽ എന്നൊരു, അതായത് പ്രീവിയസ് എന്നുള്ളൊരു മീനിങ്, അതിന് മുമ്പ് എന്നുള്ള മീനിങ് ഉണ്ട് ANTക്ക്. അതിന് നമ്മളൊരു എക്സാമ്പിൾ എന്തായിരുന്നു പറഞ്ഞത്, ആന്റി നേറ്റൽ അല്ലെ. ANT എഴുതിയിട്ട് NATAL, NATAL, ആന്റി നേറ്റൽ, അതായത് ബിഫോർ ചൈൽഡ് ബർത്ത്. അമ്മയായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലെ, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും ആന്റിനേറ്റൽ. ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ ചൈൽഡ് ബർത്തിന് മുമ്പ് കെയർ ചെയ്യുന്നു, അങ്ങനെ പറയാം. സോ ANTENATL, ആന്റിനേറ്റൽ. ANTI, അവേഴ്സ് ടു, ഒപ്പോസ് ചെയ്യാന്നൊരു മീനിങ് ഉണ്ട്, ഫോർവേഡ്, മുമ്പിലേക്ക്. ആന്റിസെപ്റ്റിക്, ആന്റിസെപ്റ്റിക് ലോഷൻ ഇല്ലേ, സെപ്റ്റിക് ആകാതെ നോക്കുന്നു, അതല്ലേ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് അല്ലെ. ആന്റിസെപ്റ്റിക് ലോഷൻ ഡെറ്റോള്, അയഡിൻ, ഫിനോൾ, സാവലോൺ, അങ്ങനെയുള്ളതൊക്കെ ആന്റിസെപ്റ്റിക് ലോഷനാണ്. ഒരു അസുഖം സെപ്റ്റിക് ആവാതെ, അത് കൂടുതൽ മോശമാകാതെ നോക്കുന്നു. ആന്റിബോഡി പറ്റുമോ? എക്സാമ്പിൾ ആന്റിബോഡി പറ്റും, ആന്റിജൻ, ആന്റിബയോട്ടിക് പറ്റുമോ? ആന്റിബയോട്ടിക് പറ്റും. യെസ്, വെരി ഗുഡ്. നമുക്ക് തന്നെ കുറെ നമ്മൾ കോമൺ കേട്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആന്റിസെപ്റ്റിക്, നമ്മൾ പറഞ്ഞ ആന്റിബയോട്ടിക്, ആന്റിബോഡി. ഓക്കെ, 12th വൺ, ആർട്ടറി അല്ലെങ്കിൽ ആർട്ടറി ഓ. നമ്മുടെ ഹാർട്ടിന് മെയിൻ ആയിട്ടുള്ള വെയിൻ, ആർട്ടറി അല്ലെ, ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് ഹാർട്ടിന്റെ ഒരു മെയിൻ പാർട്ടാണ് ആർട്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ട്, നമ്മൾ ആർത്രൈറ്റിസ്, ജോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്, നമ്മളുടെ ബോഡിയിലെ ജോയിന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ് ആർത്തോ. ആർത്തോപ്ലാസ്റ്റി, ആർത്തോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രോസസ്സ് റീപ്ലേസ്മെന്റ് സർജറി ആണ് ആർത്തോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി എന്താ, റിമൂവൽ ഓഫ് ബ്ലോക്ക് അല്ലെ, നേരത്തെ പറഞ്ഞു. ആർത്തോപ്ലാസ്റ്റി റീപ്ലേസ്മെന്റ് സർജറി, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ജോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഓട്ടോ, വൺ സെൽഫ്, ഓട്ടോപ്സി എഴുതാം. വേറെ എന്തെങ്കിലും ഓട്ടോക്കെ PSY കൂടെ വരും. ആർത്തോപ്ലാസ്റ്റി സ്പെല്ലിംഗ് പറയണോ? ആർത്രോപ്ലാസ്റ്റി ആണ്, ARTHROPLASTY. ഓർക്കണം, സെയിം
ലെറ്റേഴ്സ് തന്നെ പ്രിഫിക്സിലെ സഫിക്സിലെ ചിലപ്പോൾ യൂസ് ചെയ്യില്ല. പ്രൊനൗൺസിയേഷനും മീനിങ്ങും കറക്റ്റ് ആക്കാൻ വേണ്ടി ലെറ്ററുകളിൽ ചില ചേഞ്ചസ് വരുത്തുന്നു നമ്മൾ ആദ്യം പറഞ്ഞു ഇൻട്രൊഡക്ഷന്റെ. അപ്പൊ ആർത്തോ എന്നുള്ളത് ആർത്രോപ്ലാസ്റ്റി എന്നാവും. ആർത്രോ ARTHROPLASTY. റീപ്ലേസ്മെന്റ് സർജറി വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിക്കാൻ പറ്റും. ഒരു എക്സാമ്പിള് മുട്ടുമാറ്റിവെക്കൽ സർജറി ഒക്കെ നടക്കുമല്ലോ, ജോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്നത് മുട്ടുമാറ്റിവെക്കൽ സർജറി ആണല്ലോ. പിന്നെ ഓട്ടോ വൺ സെൽഫ്, ഓട്ടോ CAUTOPSY. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ ഞാൻ പറഞ്ഞത് അത് മനസ്സിലായല്ലോ, എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ സോൾജിയേഴ്സ് ആയിട്ടുള്ള അണുക്കള് നമ്മുടെ ബോഡിയിലും ഉണ്ടല്ലോ അതുപോലുള്ള അണുക്കള്. പുറത്തുനിന്ന് ഫോറിൻ ബാക്ടീരിയാസ് വരുമ്പോൾ അവരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ അത് സംടൈംസ് ചില സിറ്റുവേഷനില് നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ. അത് മാറാൻ, ആ ഒരു അവസ്ഥ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. ആ രീതിയിലൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ബൈ രണ്ട് എന്നുള്ള മീനിങ്. ബൈസെപ്സ് നമ്മുടെ മസിൽസ് BICEPS. ബയോളജി അല്ലെ, ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ടത്, ജീവനുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ബയോകെമിസ്ട്രി അല്ലെ, വേറെണ്ടോ? വളരെ ഈ യൂണിറ്റ്സ് കുറെ ഇച്ചിരി കൂടി ടഫാണ് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന് ഇട്ടത്. എന്നാലും ഈ ലിസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഫെമിലറൈസ് ചെയ്യുക. നിങ്ങൾ ഈ ജോബിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫെമിലറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പരീക്ഷയ്ക്ക് ഞാൻ ചോദിച്ചു കഷ്ടപ്പെടുത്തില്ല, അതിന് ഉറപ്പ് വരാം. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ മിസ്സേ? നമുക്ക് എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യണമല്ലോ. അല്ല, ഈ ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ടോ? കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. ഭയങ്കര ടഫ് ആയിട്ടുള്ളത് എന്തായാലും ചോദിക്കില്ല. കാരണം നമ്മൾ അതുപോലെ മെഡിക്കൽ കോഡിംഗ് നമുക്ക് പഠിക്കാനുണ്ടാകണം, എന്നാലാണ് നമ്മൾക്ക് ഇത് ഓർമ്മയിരിക്കുള്ളൂ. നമുക്കിത് ജസ്റ്റ് ഇതിന്റെ ഒരു അവയർനെസ് മാത്രമല്ലേ നമുക്ക് നമ്മളുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളൂ. പിന്നെ നമ്മൾ ഫെമിലറൈസ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ടേംസുമായിട്ട് നമ്മൾ ഫെമിലറൈസ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ലിസ്റ്റ് നല്ലതുപോലെ കീപ്പ് ചെയ്യുവാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. ത്രൂ എക്സ്പീരിയൻസ് അത് ശരിയാകും. മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നവർക്ക് പക്ഷേ ഇത് നല്ലപോലെ പഠിക്കേണ്ടത്. അവർക്ക് കംപ്ലീറ്റ് ഇതാണല്ലോ പഠിക്കുന്നത്, കോഡിംഗ് ആണല്ലോ കംപ്ലീറ്റ് പഠിക്കുന്നത്. യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേംസ്, കോഡ്സ്, അതിന്റെ അബ്രിവേഷൻസ്, യൂസ് ചെയ്യുന്ന പ്രിഫിക്സ്, സഫിക്സ് ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ മീനിങ് എങ്ങനെ മാറും, അതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബയോ ബിലോങ്ങിങ് ടു ലൈഫ്, ബയോളജി അങ്ങനെയുള്ളത്. നെക്സ്റ്റ് ബ്ലാസ്റ്റോ, കിട്ടാത്തതിന്റെ ഞാൻ എക്സാമ്പിൾ എടുക്കാട്ടോ. ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേം, അണുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും സെല്ല്. ഐലിഡുമായിട്ട് റിലേറ്റഡ് ആണ് ബ്ലിഫർ അല്ലെങ്കിൽ ബ്ലിഫറോ. അടുത്ത പേജിലേക്ക് പോവാം. പേറ്റിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കിട്ടാത്ത എക്സാമ്പിൾസും കളക്ട് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ മാക്സിമം ഞാനും ട്രൈ ചെയ്ത് കളക്ട് ചെയ്ത് തരാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. കുറെ ഉണ്ട്, 42, 43, എന്താണെന്നറിയോ? 127 നമ്മളെ 18 ആയിട്ടുള്ളൂ. BRADY, ഡൾ, ഭയങ്കര മന്ദമായത് ഡൾ അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് വളരെ സ്ലോ ആവില്ലേ, അബ്നോർമലി സ്ലോ ആവുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് എന്താ? ബ്രാഡികാർഡിയ. BRADYCARDIAC, ബ്രാഡികാർഡിയാക്. AC ഉണ്ടെന്ന് തോന്നുന്നത്, AC. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയിട്ട് ഡള്ളായിട്ട് പോകുന്ന അവസ്ഥേനെയാണ് ബ്രാഡി കാർഡിയാക്ക് എന്ന് പറയുന്നത്. കാർഡിയാക്ക് എന്നുള്ളതിന്റെ മുമ്പിലേക്ക് പ്രിഫിക്സ് വരുമ്പോൾ അബ്നോർമലി സ്ലോ ഹാർട്ട് ബീറ്റ്,
CARDIAC, cardiac. Okay. Bradycardia. Abnormally slow heartbeat എന്ന് പറയുന്നതാണ് bradycardiac. ഒന്ന് ആലോചിച്ച് നമ്മൾ അതിന്റെ നോർമൽ മീനിങ് ഇതാണ്, അബ്നോർമലി സ്ലോ ഹാർട്ട് ബീറ്റ്. ഡോക്ടർ അങ്ങനെ എഴുതി വെക്കൂ, bradycardiac എന്ന് മാത്രമേ എഴുതൂ. നെക്സ്റ്റ് CALC, സ്റ്റോൺ. ഈ കിഡ്നി സ്റ്റോണിനെ ഒക്കെ കാണിക്കാൻ ആ വേർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നതിന് പകരം അവരെന്തോ പറയുന്നുണ്ട്, അതാണ്. പിന്നെ ഹീലിന്റെ ഒരു മീനിങ് ഉണ്ട്. ഹീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കമുള്ള പോർഷൻ എന്നുള്ളൊരു മീനിങ് അല്ലേ, ചെരുപ്പിന്റെ ഒക്കെ ഹീൽ എന്നൊക്കെ പറയണ പോലെ. ഓക്കെ, ഇത് കിഡ്നി സ്റ്റോണിനെ പറയുന്നതാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. അതിന്റെ കിട്ടുവാണെങ്കിൽ ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. bradycardia കഴിഞ്ഞു, സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ. കാർഡിയോ നമുക്കറിയാം, ബിലോങ്ങിങ് ടു ഹാർട്ട്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാർട്ടിന് ആ സമയം സംഭവിക്കുന്നത് അല്ലെ, കാർഡിയാക് അറസ്റ്റ്. കാർഡിയോളജി, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡി, കാർഡിയോളജി. കാർഡിയോ എന്നുള്ളത് ചേർത്ത് വരുമ്പോ അതങ്ങനെയാവും, സ്റ്റഡീസ് റിലേറ്റഡ് ടു ഹാർട്ട്. സെഫാൽ അല്ലെങ്കിൽ സെഫാലോ, അത് ബിലോങ്ങിങ് ടു ദി ഹെഡ് ആണ്. സെഫാലോ അല്ലെങ്കിൽ സെഫാൽ, തലയുമായിട്ട് ബന്ധപ്പെട്ടത്. കുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോഴേക്കാൻ ചിലപ്പം അവരുടെ ഓരോ ബോഡി പാർട്സിനെ പറ്റിയിട്ട് പീഡിയാട്രിഷനോ ആരെങ്കിലും വന്ന് അവർ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് പോലെയൊക്കെ എഴുതും. അപ്പൊ അതിനകത്ത് അവർ വന്നിട്ട് സെഫാലോക്കെ തല ഉറച്ചിട്ടില്ല, അപ്പൊ ജനിക്കുമ്പോ തന്നെ തല ഉറക്കില്ലല്ലോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഒരു മെഡിക്കൽ ടേംസിലായിട്ടും എഴുതുന്നത്. കാർഡിയോ നമ്മൾ കോമൺലി നമ്മൾ കേട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട്, കാർഡിയാക് അറസ്റ്റ്, കാർഡിയോളജി, കാർഡിയോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് പറയും, അങ്ങനെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാറുണ്ട്. സെഫാൽ എന്ന് പറഞ്ഞാൽ ഹെഡുമായിട്ട് തലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ സെറിബ്രോ, അതും കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ടല്ലേ സെറിബ്രം എന്ന് പറയുന്നത്. ആ അതെ, സെറിബ്രം, സെറിബെല്ലം, അത് മെഡുല ഒബ്ലിഗേറ്റ, അതൊക്കെ ബ്രെയിനിലെ പാർട്ടല്ലേ. സെറിബ്രോ അല്ലെങ്കിൽ സെറിബ്രം എന്ന് പറയുന്നത് ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ. സെർവിക് അല്ലെങ്കിൽ സെർവിക്കോ, സെർവിക് ബിലോങ്ങിങ് ടു ദ നെക്ക്, നമ്മുടെ കഴുത്തുമായിട്ട് ഒരു എല്ല് പോലെ ഉണ്ടല്ലോ, പശേരിക്കുളം അങ്ങനെ എന്തോ പറയുന്നത്, ഷോക്ക് അബ്സോർബർ പോലെ ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ സെർവിക്. അപ്പൊ അവിടെ നമുക്ക് പെയിൻ വരുമ്പോൾ സെർവിക്സിലെ പെയിൻ, നെക്കിന്റെ ഭാഗം അല്ലെങ്കിൽ യൂട്രൈൻ സർവീസ് അതുപോലെ. പിന്നെ സെർവിക് നെക്കുമായിട്ട് റിലേറ്റഡും പിന്നെ നമ്മുടെ യൂട്രസുമായിട്ട് റിലേറ്റഡുമാണ് സെർവിക് എന്ന് പറയുന്നത്. യൂട്രസിന്റെ ഒരു ഭാഗമാണ് സെർവിക്സ്, യൂട്രൈൻ സെർവിക്സ്. എഴുതി വെച്ചിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ടോൾ, അടുത്തത് കൊളസ്ട്രോൾ നമ്മൾ പറയില്ലേ, കൊളസ്ട്രോൾ എന്നുള്ള അവസ്ഥ ബിലോങ്ങിങ് ടു ബയൽ ഓർ ഗാൾ, നമ്മുടെ ഗാൾ ബ്ലാഡർ, നമ്മളുടെ എന്താ പറയാ വയറിനകത്തെ കൊഴുപ്പ് വന്നടിയുന്ന ഭാഗം, ഗാൾ ബ്ലാഡറും ബയലും എല്ലാം. ബയല് നമ്മുടെ കിഡ്നിയോടോ ലിവറിനോടോ ചേർന്നൊരു ഭാഗം. കൊളസ്ട്രോള് ഈ കോൾ അതാണ് വരുന്നത്. ഇവിടെയൊക്കെ വന്ന് കൊഴുപ്പടിയുമ്പോഴാണ് ബോഡിയിലെ കൊളസ്ട്രോൾ ലെവൽ മാറുന്നത്.
ലിവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ബയൽ എന്ന് പറയുന്നത്. ലിവർ ഒരു ഫണൽ പോലെ, ലിവർ എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന എന്ത് സാധനം പിത്തമെന്ന് പറയുന്നത് മിസ്. ഏതാ? ബൈലി പറയുന്ന പിത്തമല്ലേ, പിത്തം. അതെ, ബയൽ, പിത്തരസം എന്ന് പറയില്ലേ, ബയൽ ഫ്ലൂയിഡ്. ചിലപ്പോ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ പോലെ തന്നെ ഗാൾ ബ്ലാഡറിൽ നമുക്ക് സ്റ്റോൺ ഉണ്ടാകാറുണ്ട്. അത് കിഡ്നി സ്റ്റോണിന്റെ അത്രയും സിവിയർ അല്ല എന്നാണ് പറയുന്നത്. ഇതും ലിവറിന്റെ അടുത്ത് തന്നെ. പിയർ ഫ്രൂട്ട് ഇല്ലേ, അതിന്റെ ഒരു ഷേപ്പാണ് ഈ ഗാൾ ബ്ലാഡർ. അപ്പൊ കൊളസ്ട്രോൾ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിപ്പിക്കാം. കൊളസ്ട്രോൾ അടുത്തത് ഞാൻ കുറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് കാണാൻ തന്നെ പറ്റുന്നില്ല. നമ്മുടെ ബോണുമായിട്ട് റിലേറ്റഡ്, ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, ബോൺസുമായിട്ട് റിലേറ്റഡ്. എന്താ പറയാ, അത് ട്യൂമർ ഇല്ലേ, ചെറിയ ചെറിയ മുഴ പോലെ, ട്യൂമർ ലൈക്ക് ആണ്. ട്യൂമർ ലൈക്ക് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. 26 നമ്മുടെ ബോൺ ആയിട്ട് റിലേറ്റഡ് ആണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ, നെഞ്ചിൻ കൂട്, ഇവിടെ നിറയെ ബോണാണല്ലോ നമുക്ക്. നമ്മളിങ്ങനെ ഈ ലങ്സിനെയും ഹാർട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ ഒരു റിബ്, അല്ലെ, ഒരു ക്യാരേജ് പോലെ. അതാണ് റിലേറ്റ് ചെയ്യുന്നത് ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, ബോൺ. uh, 26th ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ബോൺ ആണ്. പ്രധാനമായിട്ടും ഈ ചെസ്റ്റിലെ ബോൺ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. സെർക്കം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൺ ഓൾ സൈഡ്സ് അബൌട്ട്. ഈ സാധാരണ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴും ഒരു റിലീജിയസ് ബിലീഫിന്റെ ഭാഗമായിട്ടും സർക്കംസിഷൻ, അല്ലെ, സർക്കംസിഷൻ ചെയ്യും. സർക്കംസിഷൻ എന്താണെന്നറിയാലോ? സർജിക്കൽ റിമൂവർ ഓഫ് ദി സ്കിൻ റിമൂവ് ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് ചെയ്യുന്ന സർക്കംസിഷൻ. ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്ന് അത് ചെയ്യുന്നത് നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികളിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ സ്കിൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് സർക്കംസിഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. സർക്കം, അതിന്റെ മീനിങ് അവിടെ എന്താ? ഓൺ ഓൾ സൈഡ്സ് അബൌട്ട്. നെക്സ്റ്റ് കോൺട്രാ, എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ എതിരെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, ആ ഒരു മീനിങ്. കോൺട്രാ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. കോൺട്രാസെപ്റ്റീവ്, ഈ എന്താ പറയാ, പ്രഗ്നൻസി വേണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ് എടുക്കുന്നു പറയുമല്ലോ. കോൺട്രാ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ്, എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് ആൾക്കാർ എടുക്കുന്ന ഒരു മീൻസ് ആണ് കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കോൺട്രാസെപ്റ്റീവ്. നെക്സ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റോ, ബിലോങ്ങിങ് ടു എ റിബ്. നമ്മുടെ റിബ് എന്ന് പറയുന്നത് ഇതല്ലേ, ഇത്രയും 12 പീസസ് നമ്മുടെ ലങ്സും ഹാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം റിബ് ക്യാരേജ് എന്ന് പറയും. പോസ്റ്റൽ കാർട്ടിലേജ് എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ റിബ് ക്യാരേജ് തന്നെയാണ്, നമ്മുടെ നെഞ്ചിൻ കൂട്. പോസ്റ്റൽ കാർട്ടിലേജ് നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്, നമ്മുടെ ബോൺസ്. നെക്സ്റ്റ് സയനുമല്ലേ അടുത്തത്? യെസ്, അത് കളറിനെ കാണിക്കാനുള്ളത്. സിയാൻ കളർ ഏകദേശം ബ്ലൂ ആയിട്ട് കണക്റ്റഡ് ആണല്ലോ. സിയാൻ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ, ഇത് ഗ്രീനിഷ് ബ്ലൂ, അങ്ങനെ എന്തോ ഒരു നല്ലൊരു പ്രത്യേക ബ്ലൂ ആണ് സിയാൻ എന്ന് പറയുന്നത്. സിയാനോ എന്ന് പറയുന്നത് ബ്ലൂ ഷെയ്ഡ് കളറിനെ പറയുന്നത്.
സിസ്റ്റ് അറിയാലോ, നിങ്ങൾ കേട്ടിട്ടില്ലേ? സിസ്റ്റ്, യൂട്രസിൽ സിസ്റ്റ് ഉണ്ടെന്ന് ഒരു സംശയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സിസ്റ്റിന്റെ കാര്യം അങ്ങനെ പറയുന്നു അല്ലേ? റിലേറ്റിംഗ് ദ ബ്ലാഡർ എന്നുള്ളത് യൂറിനറി ബ്ലാഡർ സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, യൂറിനറി ബ്ലാഡറില് കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രോസസ് സിസ്റ്റോസ്കോപ്പി. എക്സാമിനേഷൻ ഓഫ് ഇതുപോലുള്ള സിസ്റ്റം ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്യുന്നു യൂറിനറി ബ്ലാഡറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്. ഇപ്പൊ റിലേറ്റിംഗ് ദ ബ്ലാഡർ എന്ന് പറയുന്ന സിസ്റ്റം. സൈറ്റ് റിലേറ്റിംഗ് ടു എ സെൽ, ഏതെങ്കിലും കോശവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? സൈറ്റോകൈൻ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സൈറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈറ്റോകൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റിംഗ് ടു എ സെൽ. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സെൽസ് ചേർന്നല്ലേ. ഇപ്പൊ സൈറ്റോകൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റഡ്. പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ. പ്രോട്ടീൻ മോളിക്യൂൾസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻസ്. അപ്പൊ സൈറ്റോകൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് റിലേറ്റിംഗ് ടു സെൽസ്. ഓരോ സെൽസിലും പ്രോട്ടീൻസും പല നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഓരോ സെല്ലിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഡി, ഏതിന്റെങ്കിലും മുമ്പില് ഡീന്ന് ചേർക്കുമ്പോൾ ഡൗൺ ഫ്രം. അപ്പൊ നല്ല ചൂടല്ലേ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ ജലാംശം നഷ്ടപ്പെടുമ്പോ എന്താ സംഭവിക്കുന്നത്? ബോഡിയിലെ ജലാംശം നഷ്ടപ്പെടുമ്പോ എന്താ സംഭവിക്കുക? ഡീഹൈഡ്രേഷൻ അല്ലെ. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ട്, അതാണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഹൈഡ്രേറ്റിംഗ് ഫേഷ്യലോ അങ്ങനെ എന്തോ ഒരു പുതിയ മെത്തേഡിലുള്ള ഫേഷ്യൽ ഉണ്ട്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് താഴേക്ക് വരിക, ശരീരത്തിന് വെള്ളത്തിന്റെ അംശം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഓക്കെ, അടുത്തത് നമുക്കറിയാവുന്നതാണ് ഡെർമറ്റ് അല്ലെങ്കിൽ ഡെർമറ്റോ, റിലേറ്റിംഗ് ടു ദ സ്കിൻ. ഡെർമറ്റോളജിസ്റ്റ് അല്ലെ. സ്കിന്നിന്റെ ഡോക്ടർ എന്ന് പറയുന്നതിനേക്കാളും ഇപ്പൊ എല്ലാവരും പറയുന്നത് ഡെർമറ്റോളജിസ്റ്റ്. സ്കിൻ ഡിപ്പാർട്ട്മെന്റ് ഡെർമറ്റോളജി. സ്കിന്ന്, ഹെയർ, നെയില് എല്ലാം വരും. എല്ലാം വരും. കോസ്മെറ്റിക് സംഭവങ്ങളെല്ലാം റിലേറ്റ് ചെയ്തു. 33ാമത്തെ എഴുതിയല്ലോ ഡീഹൈഡ്രേഷൻ. പിന്നെ 2-3 26 ഞാൻ പറയാം. 26 തുടങ്ങി 32 വരെ നമുക്കൊന്നുകൂടെ കുറച്ച് കോൺട്രാ കുഴപ്പമില്ല, സർക്കം കുഴപ്പമില്ല, 27 28 കുഴപ്പമില്ലല്ലോ. പിന്നെ ഡെർമറ്റ് റിലേറ്റിംഗ് ടു ദി സ്കിൻ പറഞ്ഞു. DI 2 ടൈംസ് മെഡിസിൻ എടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡബിൾ അങ്ങനെ പറയാം. ഓക്കെ, അതിനൊന്നും എഴുതിയിട്ടില്ല. ഈ ഡയ ട്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ഡയഗ്നോസിസ് എക്സാമ്പിൾ പറഞ്ഞതോ. നെക്സ്റ്റ് DYS ടഫ്. അഗ്നൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് അബ്നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്. അഗ്നൈസിംഗ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ഫിയർ അങ്ങനെയൊക്കെ മീനിങ്ങിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതിപ്പോ റെസ്പിറേഷൻ ഒക്കെ ആണെങ്കിൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ വല്ലാത്തൊരു ടഫ് സിറ്റുവേഷൻ ആണ്, അബ്നോർമൽ റെസ്പിറേഷൻ ആണത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം, DYS യൂസ് ചെയ്യാം. ഞാനിവിടെ ഡിസ്പിനിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് എന്നാണ് അതിന്റെ മീനിങ് എന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫിക്കൽട്ട് റെസ്പിറേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ DYSന്റെ അവിടെ ഡിസ്പിനിയ എന്നൊന്ന് എഴുതുക. DYS PNEA. ഫസ്റ്റ് ബാച്ചിന്റെ ഫസ്റ്റ് സമയത്തൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, നോക്കുമ്പോ എഴുതി വെച്ച് തന്നെ എനിക്ക് മറന്നുപോയി. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ് ഡിസ്പിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DYS PNEA. ബ്രീത്ത് ലോ ആവുന്നത് അവസ്ഥ, ലോ ബ്രീത്ത്, ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. അതിനെ മെഡിക്കലി പറയുന്നത് ഡിസ്പിനിയ എന്നാണ്. അപ്പൊ ഡിസ് എന്ന് പറയുമ്പോൾ ടഫ്, അബ്നോർമൽ ആയിട്ട് ബ്രീത്തിങ് അബ്നോർമൽ ആകുന്ന ഒരു അവസ്ഥ. ഓക്കെ,
സ്പെല്ലിംഗ് ഒന്നുകൂടി പറയൂ മിസ്സേ. DYS നമ്മളുടെ ഈ പ്രഫിക്സ് ആദ്യം എഴുതുക, അതിനുശേഷം PNEA. അടുത്തത് ECTO, അല്ലെ, ഔട്ട് ഫ്രം, അതിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള മീനിങ്. അത് ഗ്ലാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. ഏതെങ്കിലും ഗ്ലാൻസുമായിട്ട്, അത് ഞാൻ നോക്കിയിട്ട് പറയാം. അതിനൊരു ഗ്ലാൻഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അത് എന്തോ സ്പെല്ലിംഗ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എക്സോക്രൈൻ ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻഡിനെ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണ്ട, ഞാൻ അതൊന്നുകൂടെ കൺഫേം ചെയ്യട്ടെ കേട്ടോ. നെക്സ്റ്റ് ഇലക്ട്രോ, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. ഏതെങ്കിലും ഒരു എണ്ണം പറയാമോ മെഡിക്കലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ വരുന്നേ? EG ഉണ്ട്, ECG ഉണ്ട് അല്ലെ? രണ്ടും ഉണ്ട്. അത് കിട്ടിയില്ലേ? റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. കാരണം നമ്മൾ കറക്റ്റ് പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ മോണിറ്റർ ചെയ്യുന്നതും റീഡിംഗ് എടുക്കുന്നതും അല്ലെ? മെഡിക്കലിൽ യൂസ് ചെയ്യുന്നതാണ് EG, ECG. ഇലക്ട്രോ കാർഡിയോഗ്രാഫും ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെ? കറക്റ്റ് അല്ലേ? അടുത്തത് ENT, ഇൻസൈഡ്, അകത്ത്. നേരത്തെ പറഞ്ഞ കറക്റ്റ് കേട്ടോ. ECT ഔട്ട്സൈഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ECT ഔട്ട് ഫ്രം, ENT ഇൻസൈഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഇവിടെ വരുന്നത്. ENT 40ാമത്തെ എൻഡോ, END അല്ലെങ്കിൽ ഓയും കൂടെ ചേർക്കാലോ. ENDO എന്നുള്ള പ്രിഫിക്സ് ഇട്ടിട്ട് ക്രൈൻ, CRINE, പിന്നെ ഗ്ലാൻഡ്, GLAND. അപ്പൊ ഇൻസൈഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്നുള്ളൊരു മീനിങ് ആണല്ലോ. ഔട്ട് ഫ്രം, ECT മുകളിലത്തെ 38, അത് എക്സോക്രൈൻ ഗ്ലാൻഡ്. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനോ. 38, 40. 38 എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഔട്ട് ഫ്രം എക്സോക്രൈൻ ഗ്ലാൻഡ്. മറ്റേത് 40ാമത്തെ എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സാമ്പിൾ, പിന്നെ എൻറ്റർ അല്ലെങ്കിൽ എൻട്രോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ദ ഇൻഡസ്ട്രൈൻസ്. നമ്മുടെ കുടൽ, അതായത് വൻകുടൽ, ചെറുകുടൽ, സ്മോൾ ഇൻഡസ്ട്രൈൻ, ലാർജ് ഇൻഡസ്ട്രൈൻ. ഇതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് എൻറ്റർ അല്ലെങ്കിൽ എൻട്രോ. എൻറ്ററോ. Enter അല്ലെങ്കിൽ എൻട്രോ, റിലേറ്റിംഗ് ടു ദ ഇൻഡസ്ട്രൈൻസ്. നെക്സ്റ്റ് 42 ആ പേജിലെ ലാസ്റ്റ് വൺ, എപ്പി, അപ്പോൾ, മുകളിൽ, ഓൺ, ടോപ്പ് സൈഡ് എന്നുള്ളൊരു മീനിങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്പിഡെർമിക്, എപ്പിഡെർമിസ് കേട്ടിട്ടില്ലേ? നമ്മളുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ. EPIDE, നമ്മുടെ പ്രിഫിക്സ് എഴുതുക DERMIS, ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ അല്ലെ? സ്കിന്നിന്റെ മുകൾ ഭാഗം. അപ്പോൾ ഓൺ ടോപ്പ് ഓഫ്, ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ. എപ്പിഡെർമിസ്. പിന്നെ ഡ്രൈ ഭാഗം തുടങ്ങിയ സഫിക്സ്, പ്രിഫിക്സ്, അതൊക്കെ നമുക്ക് രസമുണ്ടായിരുന്നു വായിക്കാൻ. റൂട്ട് ബേർഡ് ഒക്കെ ടേബിളാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ത്രൂ, റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. അതായത് ബ്ലഡ് സെൽ, നമ്മുടെ ബോഡിയിലെ റെഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സെൽ ആണല്ലോ. ബ്ലഡ് സെൽ, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ, അതായത് എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർ ആയിട്ടുള്ള ബ്ലഡ് ദാറ്റ് കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ.
ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള നല്ല ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ ടു ദി ബോഡി ടിഷ്യൂ. നമ്മുടെ ബോഡിയിലെ പല ടിഷ്യൂലേക്കും ഓക്സിജനെ ക്യാരി ചെയ്ത് ത്രൂ ബ്ലഡ് ആണ് ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പം അതിനെ പറയുന്നതാണ് എറിത്രോസൈറ്റ്. മിസ് എറിത്രോസൈറ്റ്സ് RBCയുടെ സയന്റിഫിക് നെയിമോ അങ്ങനെ എന്തോ അല്ലേ? ശരി, താങ്ക് യു കേട്ടോ. ശരിക്കും അതിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർ ബ്ലഡ് സെൽസ് ആണ് അല്ലെ. മെച്യൂർ ബ്ലഡ് സെൽസ് ആണ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് അത് ആണ് ശരിക്കും മെസ്സേജ് കാരിയർ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ബ്ലഡിലൂടെ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. എറിത്രോസൈറ്റ്സ്. നെക്സ്റ്റ് EU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ, തികച്ചും നമ്മൾ പറയില്ലേ സാധാരണ, ഗുഡ് നല്ലത്, നോർമൽ, റിലാക്സ്ഡ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ഡിസ്പിനിയ എന്തായിരുന്നു? DISPNEA ഡിസ്പിനിയ എന്തായിരുന്നു? ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽട്ട്, ഷോർട്ട് ബ്രീത്ത്, അബ്നോർമൽ ആയിട്ടുള്ള ബ്രീത്ത് അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EU എന്നുള്ള പ്രിഫിക്സ് വെച്ചിട്ട് PNEA യൂപ്നിയ, അതെന്ന് പറയുന്നത് നോർമൽ റിലാക്സ്ഡ് ബ്രീത്തിങ്. EU PNEA ഡിസ്പിനിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ അങ്ങനെ ഡിസ്പിനിയ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു, ഡോക്ടർ ഒബ്സർവേഷന്റെ ഡിസ്പിനിയാന്ന് എഴുതി, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് പോകാൻ നേരത്ത് ഒബ്സർവ് ചെയ്തു നോക്കിയപ്പോ നോർമൽ ബ്രീത്ത് ആയി. ഇപ്പൊ ഡോക്ടർക്ക് എന്ത് എഴുതാം? യൂപ്നിയാന്ന് എഴുതാം അല്ലെ. EU PNEA യൂപ്നിയ, നോർമൽ റിലാക്സ്ഡ് ബ്രീത്തിങ്. EX അല്ലെങ്കിൽ EXO എക്സ്റ്റീരിയർ, ഔട്ട്സൈഡ്, പുറത്ത് എന്നുള്ള മീനിങ്. എക്സ്ട്രാ, ഇൻ അഡീഷൻ എന്ന് പറയാം, അധികം അല്ലെ. അധികം, പുറമെ, അതിനും പുറമെ എന്നൊക്കെ നമ്മൾ പറയും. അടുത്തത് ഗ്യാസ്ട്രോ, റിലേറ്റിംഗ് ടു സ്റ്റൊമക്, നമ്മുടെ വയറുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഗ്യാസ്ട്രൈറ്റിസ്, ഭയങ്കരമായിട്ട് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നത്. അതിന്റെ ഡോക്ടർ ഉണ്ട് അല്ലെ, ഡോക്ടർ ഉണ്ട്. ഗ്യാസ്ട്രോ റിലേറ്റിംഗ് ടു stomach. And glyco, sugar, glycogen, sugar. Gynec അറിയാം, relating to females or the female reproductive organs. Gynecology അല്ലെ, ഗൈനക്കോളജി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലേബർ റൂമിൽ പറഞ്ഞു. ടോപ്പോളജി എന്ന് പറയും, ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, മിഡ്വൈഫറി യൂണിറ്റ് എന്ന് പറയും. പണ്ട് കാലത്ത് മിഡ്വൈഫറി യൂണിറ്റ് എന്നായിരുന്നു ഗൈനക്കോളജി. അത് നമുക്ക് അറിയാം. ഹെമറ്റ്, റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമി, ഹാഫ്, പകുതി. അടുത്തത് 50ാമത്തെ 50th 52 ഹെമറ്റ് അല്ലെങ്കിൽ ഹെമോ, രണ്ടും റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമി ഹാഫ് ആണ്. 53 ഹെപ്പറ്റ് അല്ലെങ്കിൽ ഹെപ്പറ്റോ, ഹെപ്പറ്റൈറ്റിസ് ട്രൈയിലെ കരളിനെ ബാധിക്കുന്ന അസുഖം, റിലേറ്റിംഗ് ടു ദി ലിവർ. ഹെപ്പറ്റൈറ്റിസ് A, B ഡിഫറെന്റ് രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഇൻഫെക്ഷൻ വരുന്നതിനനുസരിച്ചും സ്പ്രെഡ് ആവുന്നതിനനുസരിച്ചും അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചും. പിന്നെ 54 ഹെച്ചർ, അതർ, വേരിയസ്, മറ്റുള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ളത്, അതാണ് ഹെച്ചർ വരുന്നത്. ഹോം, ഐഡന്റിക്കൽ, നമ്മള് ജെൻഡർ, ഡിഫറെന്റ് ജെൻഡറിന്റെ കേസിൽ പറയില്ലേ ഹോമോസെക്ഷൽ. നെക്സ്റ്റ് ഹൈഡ്രോ, ഹൈഡ്രോ വാട്ടർ ആണ്, ഹൈഡ്രോ.
നെക്സ്റ്റ് അടുത്തത് ഹേറ്ററിന് എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ ഏതാണ് ഹേറ്റർ HETER എത്രാമത്തെയാണെന്ന് പറയാമോ? അത് എത്രാമത്തെ 54. പറയാത്താണെങ്കിൽ ഞാനത് പിന്നീട് പറയും. ഹെട്രോസ്കോപ്പി എന്നൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയും. ഹെട്രോസ്കോപ്പി ഉണ്ട്, ഹെട്രോസിസ് ഉണ്ട്. ഞാൻ പറയാത്തത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഇതിന്റെ മെഡിക്കൽ ഡിക്ഷണറി വല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് നോക്കണം, അല്ലെങ്കിൽ കുറെ ഗൂഗിൾ ചെയ്തിട്ട് കിട്ടിയത്. ചിലതൊന്നും കിട്ടിയില്ലായിരുന്നു ഗൂഗിളിൽ. നമ്മുടെ നോട്ട്സിലും ഒരു റെഫറൻസ് മാത്രമല്ല, ഇതിലും അങ്ങനെ അവൈലബിൾ അല്ല, മീനിങ് മാത്രമേ ഉള്ളൂ. മുഴുവനും നമ്മൾ എക്സ്ട്രാ എടുക്കുക ചെയ്തത്. അങ്ങനെ കിട്ടാത്തൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. തന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യും. ഓക്കെ. ഹൈഡ്രോ വാട്ടർ, ഓം പറഞ്ഞു ഐഡന്റിക്കൽ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞു. ഹൈപ്പർ ഓവർ അല്ലെ, ഹൈപ്പർ ഹൈപ്പോ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഹൈപ്പോ അണ്ടർ, ഹൈപ്പർ ടെൻഷൻ അല്ലെ, ഓവർ ആകുന്നത്. പിന്നെ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക്, പ്രഷർ ഒക്കെ ആണെങ്കിൽ താഴേക്ക് പോകുന്നത് ഒരവസ്ഥ. തൈറോയിഡ് ഉണ്ട്, ഹൈപ്പറും ഹൈപ്പോയും ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോനെട്രീമിയ അല്ലേ മിസ്സേ? ഏതാ? ഹൈപ്പോനെട്രീമിയ ഹൈപ്പോനെട്രീമിയ. ഞാൻ ആണോ? അതെന്താ ശരിക്കും? ആണോ, ഞാൻ ചോദിച്ച സോഡിയം കുറയുന്ന അവസ്ഥയാണോ എന്ന്. ഹൈപ്പോനെട്രീമിയ അറിയില്ല, നോക്കാട്ടോ, നോക്കിട്ട് പറയാം. നെക്സ്റ്റ് ഹിസ്റ്റീരിയോ. ഹിസ്റ്റീരിയോ അല്ല, ഹിസ്റ്ററോ. റിലേറ്റിംഗ് ടു ദ യൂട്രസ്, യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഹിസ്റ്ററോ, ഹിസ്ട്രക്ടമി കേട്ടില്ലേ? ഹിസ്ട്രക്ടമി. നെക്സ്റ്റ് രണ്ടെണ്ണം ഇൻഫ്ര ബിനീത്, ഫർദർ ഓൺ. ഇൻഫ്ര അത് എഴുതിയിട്ടുണ്ട്, അത് പക്ഷെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നീട് പറയാം. ഇൻഫ്ര ടെമ്പറൽ ഫിസിയ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല, ഭയങ്കര ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഇൻട്ര, ഇൻസൈഡ്, ഐസോ ഈക്വൽ, ഐസോ ഇന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലാട്രോ സൈഡ്, വൈറ്റ് ഓർ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ പറയില്ലേ? WBCയുടെ കൗണ്ട് അബ്നോർമൽ ആവുമ്പോഴല്ലേ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് അതാണ് റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു വൈറ്റ് കളറുമായിട്ട്, അല്ലെങ്കിൽ WBC, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഏതായാലും ഈ ഒരു പേജ് വരെ നമുക്കിത് നോക്കാം. അതിന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മാത്രം നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. എക്സ്പ്ലെയിൻ ചെയ്യാത്തതും എക്സാമ്പിൾസ് ഇല്ലാത്തതും നാളെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനിയുണ്ട് കുറെ. ഒരു പ്രഫിക്സിന്റെ ആണ് കുറെ കാണുന്നത്. അതുപോലെ അത്രയും തന്നെ അല്ലെങ്കിലും കോമൺ സഫിക്സും വരുന്നുണ്ട്, കോമൺ റൂട്ട് വേർഡ്സും വരുന്നുണ്ട്. പ്രഫിക്സ് കുറച്ച് അധികം തന്നെയുണ്ട്. ഇത്രയും പ്രഫിക്സ് വരും. നിങ്ങളുടെ നോട്ട്സ് കയ്യിലുണ്ടല്ലോ. പിന്നെ കോമൺ സഫിക്സും അതുപോലെ വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ഒന്ന് കൊണ്ടുവരണേ. ഈ ടേബിളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എങ്ങനെയാ വരികയെന്നറിയാം. അത് ഞാൻ പറഞ്ഞുതരാം. ശരി, ഒന്ന് നോക്ക്. പറഞ്ഞു തന്നാൽ മാത്രം ഒന്ന് നല്ലപോലെ നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം. എന്തായാലും ഞാൻ കൊണ്ടുവരും. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്.